അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി ബിറദ്വാനില്ലാ അമ്മാ ബഅദ്. ദീർഘകാലം സമസ്തയുടെ സെക്രട്ടറിയും പിന്നീട് ട്രഷററുമായി പ്രവർത്തകർക്കും നേതാക്കൾക്കും അനുയായികൾക്കും എല്ലാവർക്കും വളരെ മാതൃകാ ജീവിതം നയിച്ച പ്രിയപ്പെട്ട ഷെയ്ഖുന കൻസുൽ ഉലമ ഉസ്താദിൻ്റെ ആണ്ട് പരിപാടികൾ നടക്കുന്ന സമയമാണ്. ഉസ്താദിനെക്കുറിച്ച്, അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും, സമൂഹത്തിലെ ഓരോ മേഖലയിലുള്ളവർക്കും ഒരുപാടേറെ പഠിക്കാനുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഉസ്താദിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാവേണ്ട ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ സിറ്റിങ്ങിൻ്റെ താല്പര്യം. ഇൻഷാ അല്ലാഹ്. അഭിനന്ദനായ കൻസുൽ ഉലമ ഉസ്താദ് അവറുകൾ അവിടുത്തെ ആത്മീയ ജീവിതം, പഠനം, അധ്യാപനം, സംഘടന, സമൂഹത്തിന് വേണ്ടിയുള്ള മറ്റ് സേവന കാരുണ്യ പ്രവർത്തനങ്ങൾ, സ്ഥാപനങ്ങളും സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തൽ, അങ്ങനെ വ്യത്യസ്തവും ആകർഷകവും നൂതനവുമായ ഒട്ടനേകം കാര്യങ്ങളിൽ ഇടപെടുകയും അതിന് നേതൃത്വം നൽകുകയും അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് നടപ്പിലാക്കി പൂർത്തിയാക്കി നമുക്ക് കാണിച്ചു തരികയും ചെയ്ത നമ്മുടെ വിസ്തൃതരായ സമസ്തയുടെ ഉലമാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കൻസുൽ ഉലമ ഉസ്താദ് അവറുകൾ. അവിടുത്തെ പഠനവും അധ്യാപനവും ഒക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ കാലത്തോടൊപ്പം സഞ്ചരിക്കുകയും അതിനു പറ്റിയ ഒരു തലമുറയെ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതായത് തലമുറകളായി കൈമാറ്റം ചെയ്ത് കിട്ടിയ വലിയ ആലിമ്യങ്ങളിൽ നിന്നുള്ള ഗുരുത്വവും പൊരുത്തവും ഒക്കെ വേണ്ടുവോളം അനുഭവിക്കുകയും അതനുസരിച്ച് ഇനിയുള്ള തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് കൻസുൽ ഉലമ എന്ന മഹാവ്യക്തിത്വത്തെ നമുക്ക് കൂടുതൽ അനുഭവം തരുന്ന ഒരു പണ്ഡിതനാക്കി മാറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ ഏത് ആത്മീയ മജ്‌ലിസുകളിൽ പങ്കെടുത്താലും അവിടുന്നൊക്കെ ദുആ ചെയ്യാറുണ്ട്, എനിക്ക് നല്ലൊരു ആലിമായ മോനെ തരണേ. ഇനി അത് ഫിഖ്ഹിൻ്റെ മസല പറയുന്ന മജ്‌ലിസിലാണെങ്കിൽ ഫിഖ്ഹ് പറയുന്ന മോനെ കിട്ടണേ എന്നുള്ള ഒരു ആഗ്രഹവും ദുആ ഉണ്ടാവും. വഅള് പറയുന്ന മജ്‌ലിസിലാണെങ്കിൽ അങ്ങനെ വഅള് പറയുന്ന ഒരു മോനെ കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടാവും. തൊബക്കാത്തിൽ കാണാൻ ഫസ്തജാബല്ലാഹു ദഅവത്തി, ആ രണ്ട് ദുആയിനും അള്ളാഹു ഉത്തരം കൊടുത്തു. അങ്ങനെയാണ് അഹ്മദ് എന്ന മോന് വാഇലായതും മുഹമ്മദ് എന്ന നമ്മൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കുന്ന പണ്ഡിതൻ ലോകം കണ്ട ഏറ്റവും വലിയ ഫഖീഹായത്. ഇങ്ങനൊരു ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ചിത്താരി ഉസ്താദിനെ ഓർമ്മ വരും. ചിത്താരി ഉസ്താദിൻ്റെ ഉപ്പയും ഉമ്മയും സമ്പന്ന കുടുംബമാണ്. ആലിമീങ്ങൾക്ക് സ്വതക്ക ചെയ്തും പാവപ്പെട്ടവരെ വിരുന്നൂട്ടിയും അതൊക്കെ ചെയ്യുമ്പോഴും അവർ ഉസ്താദുമാരോട് ആലിമീങ്ങളോട് ദ്വാരക്കാൻ പറയുന്ന ഒരു ആഗ്രഹം എൻ്റെ മോനെ ആലിമാക്കണം എന്നുള്ളതാണ്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഉസ്താദ് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉസ്താദിൻ്റെ പഠനകാലം മുതൽ നമുക്ക് ആരംഭിക്കാം. ചിത്താരി ഉസ്താദ് പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ഞാൻ എൻ്റെ പഠനകാലം ദീർഘമായ 13 വർഷം പഠിക്കുന്ന കാലത്ത് 12 മണിക്ക് മുന്നേ ഉറങ്ങാറില്ല. അത്രയും ഉറക്കൊഴിഞ്ഞ് അധ്വാനിച്ച് മെനക്കെട്ട് പഠിക്കും. ഇനി എപ്പോഴെങ്കിലും ഉറക്ക് ഗാലിബായാൽ, നന്ന ഉറക്കം വന്നാൽ ഒരു 12 മണിവരെ പഠിക്കുന്ന കുട്ടികളോട് നേരത്തെ തന്നെ ഏൽപ്പിക്കും, ഞാൻ കുറച്ച് നേരത്തെ കിടക്കുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങാൻ നേരത്തെ എന്നെ വിളിക്കണം, എന്നിട്ട് സുബ്ഹി വരെ പഠിക്കും അത്രേ. സുബ്ഹാനല്ലാഹ്. ഉസ്താദിൻ്റെ ഒരു അനുഭവം ഉസ്താദ് തന്നെ പറഞ്ഞു. പിന്നെ പുറത്തേതോ രാജ്യത്തുനിന്ന് ഉസ്താദ് ഒരു രാജ്യത്തിൻ്റെ പേര് പറഞ്ഞിരുന്നു. അവിടുന്ന് ഒരു കിതാബ്, വളരെ അപൂർവമായ കിതാബ് എങ്ങനെയൊക്കെയോ സംഘടിപ്പിച്ചു. ആ കിതാബ് നമ്മുടെ ഖുലാസൻ്റെ വിശദീകരണമാണ്. അത് കിട്ടിയ സന്തോഷം കൊണ്ട് ഉസ്താദ് നോക്കി ലാസ്റ്റ് സുബി വാങ്ങ് കൊടുക്കുന്നവരെ നോക്കിയത്രേ.
അധ്വാനിച്ച് പഠിച്ചാലല്ലാതെ ഇൽമ ലഭിക്കൂല എന്ന് ഉസ്താദ് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഉസ്താദ് ഉദ്ധരിക്കാറ് റബീഅത്തുർ റളിയല്ലാഹു അൻഹു എന്ന ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ ഉസ്താദിനെയാണ്. റബീഅത്തുർ റളിയല്ലാഹു അൻഹു പറയാറുണ്ട് അത്രേ, നിൻ്റെ മുഴുവനായിട്ടും ഇൽമിന് വേണ്ടി സമർപ്പിച്ചാലേ ഇൽമിൻ്റെ എന്തെങ്കിലും കുറച്ച് നിനക്ക് ഇങ്ങോട്ട് കിട്ടുള്ളൂ. അങ്ങനെ അധ്വാനിക്കണം, പഠനകാലം വെറുതെ കളയാനുള്ളതല്ല എന്ന് ഉസ്താദ് സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞ് നമ്മളെയൊക്കെ പ്രചോദിപ്പിക്കാറുണ്ട്. ഉസ്താദിൻ്റെ പഠനകാലം വളരെയധികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൽമിനത്രം അകം നിറച്ച് സ്നേഹിക്കുക എന്നതായിരുന്നു ഉസ്താദിൻ്റെ ഒരു രീതി. പട്ടുവത്തുനിന്ന് തന്നെയാണ് ഉസ്താദ് പഠനം ആരംഭിക്കുന്നത്. അബ്ബാസ് ഉസ്താദ് അങ്ങനെ തുടങ്ങി. പിന്നെ ആദ്യമായി ഉസ്താദ് സ്വന്തം നാട്ടിന് പുറത്ത് പഠിക്കുന്നത് പടന്നയിലാണ്. കാപ്പാട് ഉസ്താദ് എന്നറിയപ്പെട്ട കാപ്പാട് ഖാദിയായ കുഞ്ഞഹമ്മദ് മുസ്ലിയാരിൽ നിന്നാണ് ഉസ്താദ് ആദ്യം പുറത്തുപോയി പഠിക്കുന്നത്. ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിജയമായി, ഉസ്താദ് ആ വളർച്ചയുടെയും വിജയത്തിൻ്റെയൊക്കെ ഒരു നിദാനമായി ഈ കാപ്പാട് ഉസ്താദിൻ്റെ ഖിദ്മത്ത് കൂടി ഉസ്താദ് പറയുന്നുണ്ട്. പാതിരാ നേരത്ത് ആ ഉസ്താദ് അവർക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം കൊണ്ടുകൊടുത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വളർച്ച കിട്ടാനുള്ള കാരണം എന്ന് ഉസ്താദ് പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ആ കാപ്പാട് പടന്നയിൽ പഠിക്കുന്ന സമയത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ പതി ഉസ്താദ് ആ ദർസ് സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ ആ സന്ദർശിക്കുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു മുത്തഅല്ലിം എന്ന നിലയിൽ ചിത്താരി ഉസ്താദായിരുന്നു പതി ഉസ്താദിന് ഖിദ്മത്ത് ചെയ്തത്. ചിത്താരി ഉസ്താദിനോട് ഒരു കിതാബിലെ ബൈത്ത് അറിയോ എന്ന് ചോദിച്ചപ്പോൾ ആ കിതാബിലെ ബൈത്ത് മുഴുവനും ആദ്യാവസാനം പതി ഉസ്താദിന് മുമ്പിൽ ചൊല്ലിക്കൊടുത്തു. എന്നിട്ട് ചിത്താരി ഉസ്താദ് പതി ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, ഇതിന് ശേഷമുള്ള കിതാബിലെ ബൈത്തും കൂടി ഞാൻ ചൊല്ലട്ടെ. അപ്പോൾ പതി ഉസ്താദ് പറയും, എനിക്കറിയാം, എനിക്ക് അതും കിട്ടുമെന്ന് അറിയാം എന്ന്. അങ്ങനെ അത്രയും ആഴത്തിൽ ഉസ്താദിൻ്റെ സംസാര ശൈലിയൊക്കെ നമുക്കറിയാം. എല്ലാത്തിനും ബൈത്ത് ഉദ്ധരിക്കുന്ന ഒരു ശൈലിയായിരുന്നു ചിത്താരി ഉസ്താദിൻ്റെ. ഈ പഠനയിലേക്ക് പഠിക്കാൻ പോകുന്നതിന് മുമ്പേ പട്ടുവത്ത് തന്നെയുള്ള പഠനം അന്ന് കൂടുതൽ ആളുകളൊന്നും പൂർത്തിയാക്കാത്തതാണ് എലമെൻ്ററി, ഇന്നത്തെ SSLCക്ക് സമാനമായ സ്കൂൾ. ആ സ്കൂൾ പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ പട്ടുവത്തും തന്നെയാണ് വലിയ സൂഫിവരനായിരുന്ന അബ്ബാസ് ഉസ്താദ് എന്ന് പറയുന്ന ആളെടുത്തുനിന്ന് മുതഫരിദ് അടക്കമുള്ള ചെറിയ കിതാബുകൾ ഓതുന്നത്. പട്ടു ഉസ്താദും ചിത്താരി ഉസ്താദും ഒരുമിച്ചിട്ടാണ് ആ കിതാബുകൾ ഓതുന്നത്. അതിനുശേഷം പിന്നെ ഒരു റമദാൻ കാലം, വെക്കേഷൻ റമദാൻ ജൂണിൽ മെയിൽ പൂർത്തിയാകല്ലോ, ആ ഉപരിപഠനത്തിന് വേണ്ടിയുള്ള ആലോചനയുടെ സമയത്ത് സ്കൂളിലേക്ക് പോകലാണ് കുടുംബത്തിൻ്റെ താല്പര്യം. കാരണം അവർ കച്ചവടക്കാരാണ്, കർഷകരാണ്, അത്യാവശ്യം സമ്പന്ന കുടുംബമാണ്. പക്ഷേ ഉസ്താദിൻ്റെ മനസ്സിൽ പല കാരണങ്ങൾ കൊണ്ട് കേട്ട വയലുകളും ഈ അബ്ബാസ് ഉസ്താദിൻ്റെ സാമീപ്യവും ഒക്കെ ആയിട്ട് ദർസ് പഠിക്കണമെന്ന ചിന്ത ഉണ്ടായി. അപ്പോൾ അതിനുവേണ്ടി ഒറ്റയടിക്ക് കുടുംബത്തിൽ നിന്ന് സമ്മതം കിട്ടാതായപ്പോൾ ഈ സ്കൂളിലെ പുസ്തകങ്ങളെടുത്ത് പുഴയിൽ ഒഴുക്കിക്കളയുന്ന ഒരു അനുഭവം പറയുന്നുണ്ട്. അതൊരു ഭയങ്കര നിലപാടാണ്. ഇൽമാണ് എൻ്റെ രണ്ട് ലോകത്തെയും വിജയത്തിന് നിദാനമെന്ന് അത്രയും ചെറുപ്പത്തിൽ തിരിച്ചറിയുകയും അതിലേക്ക് സ്വന്തമായി മാറുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഉമ്മ അന്ന് പത്തുപത്തുകാർ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പ്രതിസന്ധിക്ക് പരിഹാരമായിട്ട് അബ്ബാസ് ഉസ്താദിനെ സമീപിക്കും, പരിഹാരം ചോദിക്കും. അങ്ങനെ ചോദിക്കാൻ വേണ്ടി പോയപ്പോൾ അബ്ബാസ് ഉസ്താദ് പറയുന്നുണ്ട്, ഞാൻ ഓനോട് മൊയിലാരാകം പറയാം, എന്നിട്ട് ഓൻ സ്കൂളിൽ പോകുകയെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് എത്രമാത്രം ഉസ്താദിനെ സ്വാധീനിച്ചു എന്നത് കൂടെയാണല്ലോ. പഠനകാലത്ത് തന്നെ ഉസ്താദുമാർക്ക് ഖിദ്മത്തെടുക്കാൻ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ ചിത്താരി ഉസ്താദിനെ നമുക്ക് അബുസൂദോ ബുഖാരിയോ ഹിയല്ലോ ഓതിത്തരുന്ന കാലത്ത് ആരെങ്കിലുമൊക്കെ ചൂടുവെള്ളം കൊണ്ട് കൊടുത്താൽ, ഇനി ഉസ്താദിന് എന്തെങ്കിലും ഖിദ്മത്ത് എടുത്തു കൊടുത്താൽ ഉടനെ ഉസ്താദ് പറയുന്നൊരു വാക്കാണ് മൻ ഖദിമ ഖുദിമ. ആർക്കെങ്കിലും ആത്മാർത്ഥമായ ഒരാൾ ഖിദ്മത്തെടുത്താൽ അയാൾക്ക് ഖിദ്മത്തെടുത്തു കൊടുക്കാൻ അള്ളാഹു കുറച്ചാളെ അസൈൻ ചെയ്ത് വെക്കും. അത് ശരിക്ക് ഇങ്ങനെ തന്നെ ഇബാറത്ത് ഇഷ്ടംപോലെ കിതാബുകളിൽ നമുക്കത് കാണാൻ പറ്റും. ഷഹറാനി ഇമാമൊക്കെ പല സ്ഥലത്തും അത് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. പലപ്പോഴും ഉസ്താദ് പറയുന്ന കിതാബിലുള്ള പോയിൻ്റ് ഉസ്താദ് കുറേ പറഞ്ഞ് നമ്മളെ മനസ്സിൽ പതിൻ്റെയും ശേഷിയായിരിക്കും ആ കിതാബിൽ കാണല്. ചിലത് നമുക്ക് തോന്നും അത് ഉസ്താദിൻ്റെ ഇബാറത്താണ്, പിന്നീടാണ് മനസ്സിലായാലും അതല്ല ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉസ്താദിൻ്റെ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. എന്ന് പറഞ്ഞാൽ ബാബുമായ കൂലുർ റജുലു ഇതാ ഹദിറത്ത് രിജിലുഹു, അദബുൽ മുഫ്രദിലോ മറ്റുള്ള ഒരു അധ്യായം ഉസ്താദ് വായിച്ചാൽ, ഇനി ബുഖാരിയിൽ തന്നെയുള്ള ബാബു മൻ അഹബ്ബദ് ദഫ്ന ബിൽ അർദിൽ മുഖദ്ദസ, നല്ല സ്ഥലത്ത് ഖബറടക്കുന്നതിൻ്റെ മഹത്വം, അങ്ങനെ ആഗ്രഹിക്കുന്നതിൻ്റെ താല്പര്യപ്പെടുന്നതിൻ്റെ പ്രത്യേകത. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് പിന്നെ ഒരു 1.5 മണിക്കൂർ ഒരു ക്ലാസ് എടുക്കും.
എന്നിട്ടേ ഹദ്ദസന ഹുമൈദിയു തുടങ്ങുള്ളൂ. ഉസ്താദ് ബാബാണ് കൂടുതൽ വിശദീകരിക്കല്ലേ? അതെ ഉസ്താദ് ഫിഖുൽ ബുഖാരി ഫി തർജുമത്തിഹി എന്ന് പറയും. ബുഖാരിൻ്റെ എല്ലാം കിടക്കുന്ന ആ അധ്യായത്തിലാണ്. ബുഖാരി ഇമാം ആരാന്ന് മനസ്സിലാണെങ്കിൽ ഉസ്താദിൻ്റെ ആ ക്ലാസ്സിലിരിക്കണം. എന്താ ചിലപ്പോൾ നമുക്ക് തോന്നും എല്ലാ ഗ്രന്ഥങ്ങളിലുള്ള ഹദീസ് തന്നെയല്ലേ ഈ ബുഖാരിയിലുള്ളത്, അല്ലെങ്കിൽ ബുഖാരിയിലുള്ള ഹദീസ് ബാക്കിയുള്ളിടത്തൊക്കെ ഉദ്ധരിച്ചാൽ അത് ഓതിയാൽ അങ്ങനെ സംഗതി ആവില്ലേ, പൂർത്തിയാവില്ലേ? ഇല്ല. ബുഖാരി ഒരു ഓത്തിൻ്റെ സംഗതി കിട്ടണമെങ്കിൽ ഉസ്താദ് 1 മണിക്കൂർ 1.5 മണിക്കൂർ വിശദീകരിക്കും. ഇനി റാവിനെ വിശദീകരിക്കുമ്പോൾ ഉസ്താദിൻ്റെ ഒരു പ്രത്യേക ഒരു ശൈലിയുണ്ട്. അൻ അബ്ദുല്ലാഹിബിൻ മസൂദൻ റളിയല്ലാഹു അൻഹു, അങ്ങനെ ഒരു ഉസ്താദിന് 1.5-3 മണിക്കൂർ അബ്ദുല്ലാഹിബിൻ മസൂദ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയാനുണ്ടാവും. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഉസ്താദ് KG മുതൽ PG വരെ അബ്ദുല്ലാഹിബിൻ മസൂദ് ഞങ്ങളെ ഒന്നിച്ച് പഠിച്ചതാണ്. അത്രയും ചരിത്രം പറയും. തറവാട്, വീട്, മക്കൾ, പേരക്കുട്ടികൾ എല്ലാം പറയും. ഇതെങ്ങനെയാണ് ഇതെല്ലാം കിട്ടുന്നതെന്ന് ചിലപ്പം ആരും അറിയാതെ ഉസ്താദിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചാലോ ഉസ്താദ് ഒറ്റ കിതാബ് നോക്കിയാലൊന്നും ഇത് കിട്ടൂല എന്നുള്ള നിലക്ക് ഉസ്താദ് ആ മലക്കനെ കുറിച്ച് പറയും. എന്നിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മെനക്കെടണം. അതുപോലെ ഉപ്പാരുമാരും ഉസ്താദുമാരുടെയും അദബ്, അവരുടെ പൊരുത്തം ഇത് വാങ്ങുകയും വേണം. ഇതാണ് ഈ ഇൽമ കിട്ടാനുള്ള പ്രധാന കാരണം എന്ന് ഉസ്താദ് നിരന്തരം പറഞ്ഞു തരാറുണ്ട്. വലിയ ദീർഘമായ ഹദീസുകളടക്കം ഹിഫ്ലായിരുന്നു എന്ന് കേൾക്കാറുണ്ട്. അത് ശരിയാണ് ഉസ്താദ്. വലിയ പ്രിൻ്റ് ബുഖാരിനെ, അപ്പോൾ ആ പ്രിൻറ്റിനെ കുറിച്ചാണ് ഉസ്താദ് പറയണത്. അതിലുള്ള 1-2 പേജുള്ള ഹദീസൊക്കെ ഫുള്ളായിട്ട് കാണാതെ പറയും. കാമിൽ സക്കാഫിക്ക് പഠിക്കുമ്പോൾ മർക്കസിലുണ്ടാകുമ്പോൾ ഉസ്താദ്, നമ്മളെ സീഫലി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ട്, കേരളത്തിൽ ഇഷ്ടംപോലെ ഖുറാൻ ഹാഫിദീങ്ങളുണ്ട്, പക്ഷേ ഹദീസ് ഇമാതിരി ഹിഫുള്ള ചിത്താരി ഉസ്താദിനെ അല്ലാതെ കണ്ടിട്ടില്ല എന്ന് ഉസ്താദ് പറയാറുണ്ട്. ഭയങ്കര ഹിഫ്ള് എന്ന് പറഞ്ഞാൽ നേരത്തെ മുനവ്വർ റഹ്മാനി പറഞ്ഞ പോലെ എന്തിനും ബൈത്തായിരിക്കും. ആ ബൈത്ത് എന്നാൽ സാധാ ദീവാനിൽ ഉണ്ടാവുകയും ചെയ്യില്ല. ഉഷ്മൂനി, സബ്ബാൻ അതിലൊക്കെ പരത്തണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ തസ്രീഹുൽ മന്ദിക്ക് ഉസ്താദിൻ്റെ അടുത്ത് ഓതി. ഉസ്താദിൻ്റെ അടുത്ത് ഓതുമ്പോൾ ഈ ജിൻസ് ഫസിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് ചോദിച്ച്, ഈ മസീഹ് എന്ന് പറയുന്നത് എൻ്റെ താല്പര്യം എന്താണ്? ഉസ്താദിന് കുറേ അർത്ഥം പറഞ്ഞ കൂട്ടത്തിൽ ഒരർത്ഥം പറഞ്ഞു, മസീഹിൻ്റെ അർത്ഥം ലോകം ചുറ്റി സഞ്ചരിക്കുക. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം ലോകം ചുറ്റി സഞ്ചരിക്കും, ദജ്ജാലും ലോകം ചുറ്റി സഞ്ചരിക്കും. അങ്ങനെയാണ് അങ്ങനെ പേര് വന്നത്. വേറെയും ഉസ്താദ് വിശദീകരണങ്ങൾ നൽകിയപ്പോൾ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ മസീഹ് എന്നുള്ള പേര് ദജ്ജാലിന് ഉണ്ടായിരിക്കെ ഈസാ നബിക്ക് ഉണ്ടാകുന്നത് മോശമല്ലേ? ഞാൻ വലിയ ആനത്തല വലിപ്പുള്ള ചോദിച്ചതാ സംഭവം. അപ്പോൾ ഉസ്താദ് ഒരു ബൈത്ത് പാടിയിട്ട്, ഇതാ ശൂരിക്ത ഫീ അംരി എന്നിട്ടൊരു ബൈത്ത് പാടി. ആ ബൈത്തിൽ ഉസ്താദ് പറയണതെന്ന് വെച്ചാൽ അരിസ്റ്റോട്ടിലും ഹയവാനാണ്, കടിക്കുന്ന നായും ഹയവാനാണ്. അതുകൊണ്ട് അരിസ്റ്റോട്ടിലിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും? ഞാൻ ഉസ്താദിനോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എൻ്റെ ജീവിതത്തിൽ ഉടനെ ഈ ബൈത്ത് എന്നിട്ട് കാണുന്നത് അദ്ദുറുൽ കമിനയിലാണ്, ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളുടെ ഒരു ഗ്രന്ഥത്തിലാണ്. ഉസ്താദിൻ്റെ ബൈത്തിലുള്ള കഴിവ് ഭയങ്കര കഴിവാണ്. ഒരിക്കൽ നമ്മൾ ജാമിയത്തുൽ ഹിന്ദിൻ്റെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ഡെസ്ക് ഒന്നിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ബെഞ്ചൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രൂപ്പായി പഠനമുണ്ടല്ലോ, ഒരു ഗ്രൂപ്പ് സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൽഫി ഓതുന്ന കാലമാണ്. ഉസ്താദ് മുത്തവ്വലിലെ കുട്ടികൾക്ക് ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ഉസ്താദിന് അന്ന് നല്ല ആരോഗ്യമൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ ഒരു 600-700 ബൈത്തുകൾക്കിടയിലുള്ള ഒരു ബൈത്ത് ആണ് നമ്മൾ തുറന്നു വെച്ച അൽഫിയിൽ കിതാബിൽ കാണുന്നത്. ഉസ്താദ് ആ ബൈത്തിൻ്റെ ഷാഹിദം ബൈത്ത് ഓതി, ആ ബൈത്തിനെ വിശദീകരിക്കുന്ന ഉഷ്മൂനിയിലോ സബ്ബാനിലോ ഒരു ബൈത്ത് ഓതിയിട്ട് ഉസ്താദ് പോയി. എന്താണ് ഈ പറയുക? അതിന് കോടമ്പുഴ ഉസ്താദിൻ്റെ ജൂനിയറായിട്ട് ഉണ്ടായിരുന്നല്ലോ കണ്ണിയത്ത് ഉസ്താദിൻ്റെ പാലക്കാട്. അപ്പോൾ പറയാറുണ്ട് അത്രേ, ഈ ക്യാൻറ്റീനിലേക്ക് അല്ലെങ്കിൽ ചെലവുടിയിലേക്ക് പോകുമ്പോഴും വരുമ്പോഴൊക്കെ അൽഫി അങ്ങോട്ടും ഇങ്ങോട്ടും ചൊല്ലുന്നു. അതെ, ഉസ്താദ് ചാക്യാർകുന്നിൽ, കടത്തൂർ ചാക്യാർകുന്നിൽ പഠിച്ചിട്ടുണ്ട്. അതെ, ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, അന്ന് ബസ്സും വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ പാനൂരിൽ ഇറങ്ങിയിട്ട് 8-9 കിലോമീറ്റർ നടന്നിട്ട് വേണം ചാക്യാർകുന്നിലെത്താൻ. ഈ ചാക്യാർകുന്നിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെ ചെറിയൊരു തോടുണ്ട്, ചെറിയൊരു പുഴ, അത് കടന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പോകാൻ. ഇത് എല്ലാ കുട്ടികൾക്കും പ്രയാസമാണ്, കാരണം ഇത് കുറേ നടന്നു പോകണം, രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കാൻ. പക്ഷേ ചിത്താരി ഉസ്താദ് ഒരു സാധ്യതയാക്കി എടുത്തുന്നാണ്. ആ നടക്കുന്ന നടത്തത്തിൽ അൽഫിയ വൈഹാട്ടാക്കാം, തിരിച്ചു വരുമ്പോഴത്തേക്ക് അൽഫിയ ഒക്കെയാണ് എന്നതാണ്. ഉസ്താദിൻ്റെ ഈ ഹിഫ്ലിൻ്റെ വിഷയം പറയുമ്പോൾ ഹദീസിൻ്റെ പറഞ്ഞതുപോലെ
ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ബുഖാരി ഓതുന്ന സമയത്താണ് ഖുർആനിലെ ആയത്തുകൾ ഏറെക്കുറെ മനപ്പാടാക്കിയത്. ആ ഹദീസുകൾ ഇടയിൽ വരുന്ന ആയത്തുകൾ ഉസ്താദ് തലേന്ന് തന്നെ, ഉസ്താദ് പലപ്പോഴും നമ്മളോടൊക്കെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, നാളെ എന്താ എടുക്കേണ്ടത് എന്ന ഭാഗം തലേന്ന് നോക്കിയിട്ട് പോകണം. ആയത്ത് ഓതിയിട്ട് ആ ആയത്ത് മനപ്പാടാക്കിയിട്ട് വരണം, അല്ലെങ്കിൽ നോട്ട് ബുക്കിൽ എഴുതി വരണം. ആയത്ത് കുറച്ച് കൊടുത്ത് ഇലഹ് എന്നല്ല കൊടുക്കുക. അപ്പോൾ ഇലഹ് വായിക്കാൻ നീ വരണ്ടില്ലല്ലോ എന്നുള്ള രൂപത്തിൽ അങ്ങനെയാണ് ഉസ്താദ് ആയത്ത് പഠിച്ചത്. ഉസ്താദിൻ്റെ ആ പഠന രീതി പോലും ആ രൂപത്തിലായിരുന്നു. അപ്പോൾ തഫ്സീർ ഓതി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഭാഗവും പിന്നെ ഖുർആൻ ഹിഫ്ലാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് ഉസ്താദ് ഈ ആയത്താണ് ബുഖാരിയിലുള്ളത് എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ആയത്തും തൊട്ട് ശേഷമുള്ള ആയത്തും മെനക്കെട്ട് മനപ്പാടാക്കിയിട്ട് പോകും. ഉസ്താദ് പിറ്റേന്ന് ചോദിക്കൽ അതിന് മുമ്പുള്ള ആയത്ത് ഓതാനാണ്. കാരണം ഉസ്താദിൻ്റെ ആ വിശദീകരണം ആ ആയത്തും കൂടി ഉണ്ടാവും. അപ്പോൾ ഉസ്താദ് പറയും ഞാൻ ഹാഫിളല്ല, പക്ഷെ ഞാൻ ഹാഫിളാണെന്ന് പറയും. അത് ഈ പറയുന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയണത്. അപ്പം മെനക്കെട്ട് പഠിച്ചതിൻ്റെയും പിന്നെ ഉസ്താദുമാരോട് മാതാപിതാക്കളോടുള്ള ഒരു അദബിൻ്റെയും ഫലമായിട്ട് ഉസ്താദ് തന്നെ ഉസ്താദിൻ്റെ ജീവിതത്തെ ഉദാഹരിച്ച് പറയാറുണ്ട്. ഈ ദാറുൽ ഉലൂമിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ അവിടെ കണ്ണിയത്ത് ഉസ്താദിനെ ഏറ്റവും നന്നായി ഉപയോഗിച്ച ഒരു ശിഷ്യനായിട്ട് നമുക്ക് പിന്നെ ചിത്താരി ഉസ്താദിനെ വായിക്കാൻ പറ്റുന്നുണ്ട്. ഈ ചാക്യാർകുന്നിലെ പഠനം കഴിഞ്ഞ് പി എ ഉസ്താദിൻ്റെ അടുത്ത് ചാക്യാർകുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അവിടെ 3 വർഷമാണ് പഠിച്ചത്. അതിനുശേഷം പഠനയിലും ചാക്യാർകുന്നിലും പഠിച്ചതിന് ശേഷമാണ് വലിയൊരു ദർസിൽ, ഒരു പേരുള്ള ദർസിൽ പോകണമെന്നൊരു താല്പര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പി എ ഉസ്താദ് തന്നെയാണ് പോകാൻ വേണ്ടി സംവിധാനം ചെയ്തു കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലും കുട്ടികളെ പിടിച്ചു നിർത്താന്നുള്ളതല്ല, അവരുടെ ഒരു വലിപ്പത്തിലേക്ക്, അവരുടെ ഒരു ആഗ്രഹത്തിലേക്ക്, സ്വപ്നത്തിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുക എന്നതുകൂടിയാണല്ലോ ഉസ്താദുമാരുടെ ഒരു ദൗത്യം. ഇവരൊക്കെ വളർത്തിയതിൻ്റെ പിന്നിൽ നല്ല അധ്വാനം ഈ ഉസ്താദുമാരുടേത് കൂടെയാണല്ലോ. അപ്പോൾ പി എ ഉസ്താദാണ് പിന്നെ ദാറുൽ ഉലൂമിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ ദാറുൽ ഉലൂമിൽ എത്തിയ പിന്നെ ഉസ്താദിന് 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്കൊണ്ട് എത്തുകയാണ്. അവിടെ പിന്നെ അഡ്മിഷൻ കൊടുക്കാം, കാരണം പി എ ഉസ്താദ് പറഞ്ഞയച്ചതാണ്, നല്ല ശേഷിയുള്ള കുട്ടിയെ അഡ്മിഷൻ കൊടുക്കാം. പക്ഷേ ഭക്ഷണം കൊടുക്കാൻ വകുപ്പില്ല, കാരണം കമ്മിറ്റിക്കാർ ഇനിയൊരു പുതിയ ഭക്ഷണം വീട് ചിലവ് കൂടി ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടെടുത്തത്. അപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് പറയുന്നത് അഡ്മിഷൻ തരാം, ഇവിടെ ഇരിക്കാം, പക്ഷേ ഭക്ഷണം കിട്ടില്ല എന്നാണ്. അപ്പോൾ ഉസ്താദിൻ്റെ തിരിച്ചുള്ള പ്രതികരണം സബുക്ക് മതി, ഭക്ഷണം വേണ്ട എന്നാണ്. ഏകദേശം ഒരാഴ്ചയിലേറെ പിന്നെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, സ്വന്തം ക്യാഷ് കൊണ്ട് ഭക്ഷണം കഴിച്ചു. അതിന് ശേഷമാണ് കമ്മിറ്റിക്കാർ ഇടപെട്ടിട്ട് ഇതൊരു നല്ല കുട്ടിയാണ് എന്ന് കണ്ടിട്ട് ആക്കി കൊടുത്തതാണ്. ഞാൻ പറഞ്ഞതല്ല, അവിടെ ഈ കണ്ണിയത്ത് ഉസ്താദിന് അത്രയും നന്നായി ഉപയോഗപ്പെടുന്നുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മുത്തവല്ല എല്ലാ കിതാബുകളും പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് ഓതുന്നതോടൊപ്പം തന്നെ ഈ അസറിന് ശേഷം വീട്ടിലേക്ക് പോയിട്ട് സബുഷിദ അതൊക്കെ പോലെയുള്ള പിന്നെ കിതാബുകളിൽ അവിടെ നിന്ന് ഓതുന്നുണ്ട്. അസറിന് ശേഷം ഉപയോഗപ്പെടുത്തി ഓതുന്നുണ്ട്. മാത്രമല്ല റമളാനിൽ ഷാബാമദിനത്തിനൊക്കെ പൂട്ടിയിട്ട് നാട്ടിലേക്ക് പോകാതെ അവിടെ നിന്ന് ഉസ്താദിനെ ഉപയോഗപ്പെടുത്തി മറ്റു കുറേ കിതാബുകൾ നേരത്തെ ഓതിയ ഫത്തുൽ മീനൊക്കെ പിന്നെ അവിടെ നിന്ന് ഓതുന്നുണ്ട്. ഇറങ്ങിയതിന് ശേഷം പി എ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെയും ഫത്തുൽ മീൻ ഓതുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ സ്റ്റൈല്. മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്, പെരുന്നാളിൻ്റെ അന്ന് സബുൽ മലക്ക കണ്ണിയത്ത് ഉസ്താദിനെ ഉപയോഗപ്പെടുത്തി ഓതി എന്ന് പറയുമ്പോൾ ആ ഉസ്താദിൻ്റെയും ആ ശിഷ്യൻ്റെയും ഇൽമിനോടുള്ള ആ സമർപ്പണവും അവരോട് ആ സമീപനമൊക്കെ നമുക്ക് എങ്ങനെയാണത് വിശദീകരിക്കാൻ കഴിയാമെന്ന് മനസ്സിലാകുന്നില്ല. വാഴക്കാട് ചിത്താരി ഉസ്താദിന് 6 ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്, ഉസ്താദുമാർ എടുത്തു കൊടുക്കുന്നത്. ചിത്താരി ഉസ്താദ് ഡെയിലി എടുത്തു കൊടുക്കുന്ന ക്ലാസ് 12 എണ്ണമാണ്. രാത്രി വൈകും വരെ, നേരത്തെ മനസ്സ് സൂചിപ്പിച്ചാൽ 12 മണി, ലാസ്റ്റ് മുസ്ലിം അങ്ങനെ ഓതി കൊടുത്തിട്ട് അങ്ങനെ ഉറങ്ങിപ്പോക്കാണെന്ന് ഉസ്താദ് തന്നെ പലപ്പോഴും ക്ലാസ്സിൽ നമ്മളോട് പറയാറുണ്ട്. അങ്ങനെ നമ്മളാകുന്ന മുത്തല്ലിമീങ്ങൾക്കൊക്കെ വലിയ മാതൃക ഉള്ള ഒരൊറ്റ സമയം കളയൂല ഉസ്താദ്. സമയം കളയൂല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉസ്താദിൻ്റെ അടുത്തുള്ള അപൂർവ കിതാബുകൾ ചിലപ്പോൾ ഉസ്താദ് സബുക്കിൽ ഉദ്ധരിച്ചാൽ ശിഷ്യന്മാരിൽപ്പെട്ട ആരെങ്കിലും ചോദിക്കുമല്ലോ, അതൊന്ന് മുത്താലയ കിട്ടിയാൽ നല്ലതാണെന്നുള്ള. ഉസ്താദിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നാളെ തിരിച്ചു തരണം. പേജ് 600 പേജ് ഉണ്ടാവും. എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് ഉസ്താദ് യൂസുഫ് നബി തങ്ങളുടെ സഹാദത്തുദ്ദാറൈനും ഇബ്നു ഹജർ അങ്ങോട്ട് ബുർദൻ്റെ ഷറായ അല്ലുംദയും ഉസ്താദിൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടാണ് നമുക്കൊക്കെ അറിയുന്നത് അങ്ങനെ ഒരു കിതാബുള്ളത്. അപ്പോൾ ഉസ്താദ് ഒന്ന് നോക്കാൻ തരുമോ എന്ന് വെച്ച് അങ്ങനെ നോക്കി നമ്മൾ തട്ടിൻ്റെ മേലെ വെക്കുമല്ലോ. പിറ്റേത് ക്ലാസ്സിൽ വന്നിട്ട് വെച്ച് എൻ്റെ കിതാബ് എടുത്തോ. സത്യത്തിൽ ഉസ്താദിന് പിറ്റേന്ന് ആ കിതാബ് ആവശ്യമുണ്ടായിട്ടല്ല, അത് അത്രയും ചെറിയ സമയം കൊണ്ട് അതൊക്കെ നോക്കി തീർക്കണം എന്ന് പഠിപ്പിക്കുകയാണ് ഉസ്താദ്. ഒരൊറ്റ സമയം കളയരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉസ്താദിൻ്റെ ജീവിതത്തിൽ. ഈ പറഞ്ഞതിനോട് കിതാബുമായി ബന്ധപ്പെട്ട പിന്നെ പൊന്മുൾ ഉസ്താദ് പറയുന്നുണ്ട്, ചിത്താരി ഉസ്താദിനെ ആദ്യമായി പരിചയപ്പെടുന്നത് ചാലിയത്ത് ഒരു സംവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ പണ്ഡിതന്മാരുടെ ഒരു ആലോചനാ മീറ്റിംഗ് ചാലിയത്ത് കുത്തുബ്ഖാനയിൽ ഒരുമിച്ച് കൂടി. അപ്പോൾ അന്ന് വിഷയാവതരണം നടത്താൻ വേണ്ടി പൊന്മുൾ ഉസ്താദിനെ ഏൽപ്പിച്ചു. ഉസ്താദ് കുറേ തെളിവുകൾ പിന്നെ ഉദ്ധരിച്ചു. അപ്പോൾ കുറേ പുതിയതും കുറേ പിന്നെ കണ്ടെത്തിയതൊക്കെ ആയ തെളിവുകളും കിതാബുകളൊക്കെ ഉദ്ധരിച്ചു.
അപ്പോൾ ഈ കിതാബ് ഉദ്ധരണികളൊക്കെ വാങ്ങാൻ ആ നോട്ട് വാങ്ങുമ്പോൾ ഉസ്താദിന് പ്രയാസമാകുമോ എന്ന് കരുതിയിട്ട് ചിത്താരി ഉസ്താദ് ചെയ്യുന്നത് ഒരു നോട്ട് വാങ്ങിയിട്ട് പെരുമ്പോൾ ഉസ്താദിന് കൊടുത്തിട്ട് നിങ്ങൾ ആ ഉദ്ധരിച്ചതൊക്കെ ഒന്ന് എഴുതി തരുമോ, ഞാൻ പിന്നെ വന്ന് വാങ്ങിക്കോളാം എന്ന് പറയാണ്. എന്നിട്ട് പെരുമ്പോൾ ഉസ്താദ് ആ പുസ്തകം വാങ്ങി എഴുതി തിരിച്ചേൽപ്പിക്കുന്നുണ്ട് ചിത്താരി ഉസ്താദിന്. രണ്ടാമത്തെ ഉസ്താദിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഉസ്താദിൻ്റെ സേവന പ്രവർത്തനങ്ങളാണ്. ഉസ്താദ് ഈ റഹ്മത്തുല്ലിൽ ഖൽഖ് അത് ഭയങ്കര ഇഷ്ടമാണ് ഉസ്താദിന്. ബുഖാരിയും ബൈലാവിയും ലാസ്റ്റ് കാലത്തൊക്കെ ഉസ്താദ് ആ 2 സബക്ക് മാത്രം എടുത്ത് അൽമക്കറിന്ന് പോകലാണ്. അത് പോകുന്നത് ഒന്നിക്കിൽ ഒരു പാവപ്പെട്ട ആളുടെ വീട് കൂടലിന്, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആളുടെ നിക്കാഹിന്. ആ കല്യാണവും ആ വീടൊക്കെ ഉസ്താദ് തന്നെ ആയിരിക്കും മുഴുവൻ സെറ്റാക്കി കൊടുക്കുന്നത്. പാവങ്ങളോട് ഉസ്താദിന് ഭയങ്കര സ്നേഹമാണ്. ഉസ്താദ് ഏറ്റവും കൂടുതൽ കരയുന്നത് കാണാറുള്ളത് അൽമക്കറിലെ യത്തീം കുട്ടീൻ്റെ കല്യാണത്തിൻ്റെ അന്നാണല്ലേ. ആ നിക്കാഹിൻ്റെ അന്ന് ഉസ്താദ് വല്ലാണ്ട് കരയും. ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് തന്നെ 100-ലധികം പെൺകുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് കരയെന്ന് വെച്ചാൽ സന്തോഷവും ഉണ്ട് ആ കരച്ചിൽ. അൽഹംദുലില്ലാ ഈ മോള് അങ്ങനെ കല്യാണം കഴിച്ച് പോവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷം തന്നെയാണ് ഉസ്താദിന് ആ കരച്ചിൽ. ആ കരച്ചിൽ ഉസ്താദ് പിന്നെ ആ കരച്ചിലിനിടയിൽ പറയും, ആ പാവം 5ാം ക്ലാസ്സിൽ നിന്ന് വന്ന കുട്ടിയാണ്, 12ാം ക്ലാസ് വരെ ഇവിടെ പഠിച്ചു, ആ കുട്ടി പോവുകയാണ്. ഇനി ഉസ്താദിൻ്റെ സ്മരണികയിൽ തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. പിന്നെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്തുള്ള ഒരു പെണ്ണുങ്ങൾ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഉസ്താദില്ല വീട്ടിൽ. അപ്പോൾ വീട് ജപ്തി ചെയ്യപ്പെട്ട് ആകെ പ്രയാസപ്പെട്ട ഒരു വളരെ സാധുവായൊരു സ്ത്രീയാണ്. 4.5 ലക്ഷം ഫണ്ട് റിലീസ് ചെയ്യണം, എന്നാലേ വീട് രക്ഷപ്പെടുകയുള്ളൂ, വീട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഉസ്താദിൻ്റെ ഭാര്യ ഈ പെണ്ണുങ്ങളോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഓറ് വരട്ട്, ഓറ് വന്നാൽ പ്രശ്നമില്ല. ഇത് അറിഞ്ഞിട്ട് ഉസ്താദ് ഉടനെ ഗൾഫിലേക്ക് വന്നു, ആ ഫണ്ട് കണ്ടെത്തുന്നു, തിരിച്ചു വരുന്നു, അത് റിലീസ് ചെയ്യുന്നു. അതാണ് ഉസ്താദിൻ്റെ ഒരു ജീവിതം. ഉസ്താദ് ഏത് ആവശ്യത്തിന്, അത് സ്ഥാപന ആവശ്യം, സംഘടന ആവശ്യം, എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യത്തിൽ ഉസ്താദ് വിദേശ പര്യടനം അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് കലക്ഷൻ നടത്തുന്നുണ്ടെങ്കിലും അതെല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദിന് ഒരു പാവപ്പെട്ട ഒരാളുടെ കഥ പറയാനുണ്ട്. അത് ഇപ്പോഴും UAE-ലും മറ്റു രാജ്യത്തൊക്കെ ഉള്ള പ്രവാസികൾ പറയും. എല്ലാ കലക്ഷനും കഴിഞ്ഞാലും ഉസ്താദിന് പറയാനുണ്ടാവും, ഒരു പാവം സൈദിയുടെ ഒരു അമാനിയുടെ കല്യാണമുണ്ട്, പാവത്തിന് ആരുമില്ല, അങ്ങനെ പറയും. ഈ അടുത്ത് ഞാൻ കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മളെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പള്ളിയിൽ ഇങ്ങനെ ട്രെയിൻ ഏതായാലും ലേറ്റാണ്, ആ പള്ളിയിലിരിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് പ്രായമുള്ള ഒരാൾ എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറഞ്ഞു, പേരോട് ഉസ്താദ് നിങ്ങളിത് വരക്കണം കേട്ടോ. അങ്ങനെ ഒരു മുൻകൂറില്ലാണ്ട് പെട്ടെന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഇതെന്ന് അങ്ങനെ പറയണത്. അപ്പോൾ മുപ്പര് പറയുന്നത്, എൻ്റെ എല്ലാ മക്കളുടെ കല്യാണത്തിനും തലേന്ന് പേരോട് ഉസ്താദ് 50,000 രൂപ കൊണ്ടുവരും. ഇതാണ് നമ്മൾ ഉസ്താദ്മാർ ഭയങ്കര ഈ ശിഷ്യന്മാരുടെ കല്യാണത്തിന്, പാവപ്പെട്ടവരുടെ കല്യാണത്തിന്, അത് ഉസ്താദിന് ഭയങ്കര ഇഷ്ടമാണ്. ഉസ്താദ് തന്നെ പറയും, എൻ്റെ പോക്കറ്റിൽ ഇപ്പം കുറച്ച് പൈസ ഉണ്ട്, ഒരട്ടി പൈസ ഉണ്ട്, ഇന്ന് വീട്ടിലേക്ക് കയറുമ്പോഴേക്ക് അത് തീർക്കുമെന്ന്. മുനവറമാന് പറഞ്ഞ പോലെ ഉസ്താദിൻ്റെ ഒരു ഭാഷ എങ്ങനെയാണ്, ഉസ്താദിൻ്റെ ഭാഷ വളരെ സിമ്പിളാണ് സംഭവം, ഭയങ്കര ഭാഷയാണ് ഉസ്താദ്. അത് ഉസ്താദ് അങ്ങനെ പറയാം, എൻ്റെ കീശയിൽ ഇത്രയും പൈസ ഉണ്ട്, ഇതെല്ലാം ഇന്ന് വീട്ടിലേക്ക് ഉറങ്ങാൻ രാത്രി എത്തുമ്പോഴേക്ക് എല്ലാം ഖലാസോകയാന്ന് പറയാം, എല്ലാം തീർക്കും എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കും എന്നുള്ളത്. ഈ വ്യക്തിപരമായിട്ട് മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ സംഘടനാ സിസ്റ്റത്തിൽ ഈ സാന്ത്വന കേന്ദ്രങ്ങൾ, സാന്ത്വന സന്നദ്ധ പ്രവർത്തകർ, ഇതൊക്കെ ആലോചിക്കുന്നതിന് മുമ്പേ പരിയാരം മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ആദ്യം തുടങ്ങിയത് കാരുണ്യ എന്ന പേരിലുള്ള വളരെ ഹ്രസ്വമായൊരു പദ്ധതിയാണ്. ആ കാരുണ്യ തുടങ്ങിയിട്ട് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അഭയം നൽകാമെന്ന സ്വപ്നത്തിൽ തുടങ്ങിയ ആ കാരുണ്യം അതിനുവേണ്ടി സ്ഥലം എടുക്കുന്നു, അവിടെ പള്ളി ഉണ്ടാക്കുന്നു. ഇന്നത് ജില്ലയുടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ ആശ്രയമായി വളരുകയാണ്, സാന്ത്വന കേന്ദ്രമായി വളരുകയാണ് ചെയ്യുന്നത്. ഒരു പറഞ്ഞു പോവുക അല്ലെങ്കിൽ മുമ്പിൽ കിട്ടുന്നവരോട് ചെയ്യുക എന്നതിനേക്കാളേറെ അതൊരു സിസ്റ്റമായി, അതൊരു അജണ്ടയായി കൊണ്ടു നടന്നു എന്നതുകൂടെയാണ്. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൂടെ ചെയ്യണമെന്ന താല്പര്യത്തിൽ അവിടെ സ്ഥലമെടുത്തതൊക്കെ ഉസ്താദ് അവസാന കാലത്ത് അതുകൂടാണ് എനിക്ക് ബാക്കിയുള്ളത് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് ഇഫ്താർ കൊടുക്കാൻ വേണ്ടി മാത്രം ഉസ്താദ് ലക്ഷക്കണക്കിന് രൂപ കലക്ഷൻ നടത്തിയിട്ട് അവിടെ കൊടുക്കും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ കുട്ടികൾക്ക് ഇഫ്താർ കുക്കിനെ കിട്ടാത്തതുകൊണ്ടോ മറ്റോ മുടങ്ങിയെന്ന് കണ്ടാൽ ഉസ്താദും ഭാര്യയാണ് ആ പഴയ പച്ച കളർ കോളീസ്
പോവുക, ഇഫ്താറിൻ്റെ കിറ്റും എടുത്തിട്ട് പാവം എന്ന് പറഞ്ഞാൽ വയസ്സായ ഉസ്താദ് പിന്നെ എന്താ പറയുക നോമ്പും എടുത്തിട്ട് കിറ്റുമായിട്ട് പോകും. ഈ ബിഫാമും BDS MBBS ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇഫ്താറിൻ്റെ വിഭവം ഇല്ലാത്തതിൻ്റെ പേരിൽ നോമ്പ് മുടങ്ങിപ്പോണ്ടാന്ന് ചിന്തിച്ചിട്ട് അങ്ങനത്തെ ഉസ്താദിന് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വേദനിച്ചാൽ ഉസ്താദ് പിന്നെ കരയും. പ്രഭാഷണത്തിലെ ആ ഗൗരവവും ദർസിലെ അതൊക്കെ ഉണ്ടാവും, പക്ഷേ പാവങ്ങളൊക്കെ ഉണ്ടാവും ഉസ്താദ് കരയും. പക്ഷെ അതിൻ്റെ ഒരു അടയാളം കൂടിയാണല്ലോ. ഇപ്പം മക്കറിലെ പിന്നെ 20-ലേറെ സ്ഥാപനങ്ങൾ, 30-ലേറെ സംരംഭങ്ങൾ. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കൂ, ഈ റെസിഡൻഷ്യൽ ആയിട്ടൊക്കെയുള്ള പെൺകുട്ടികളുടെ വ്യത്യസ്ത സ്ട്രീമുകളിൽ നിന്ന് ഈ പാവപ്പെട്ട പെൺകുട്ടികൾ, അഗതികൾക്ക് വേറെ, അനാഥകൾക്ക് വേറെ, അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്ത ടീമുകളിൽ നിന്ന് പാവപ്പെട്ട എല്ലാവരെയും നമ്മൾ പരിഗണിക്കുന്നു എന്നതിലേക്ക്. ഇപ്പോൾ ഈ സ്നേഹഭവൻ അടക്കമുള്ള കാര്യങ്ങൾ, ഇത് സിസ്റ്റാണ്. ആർക്കും പിന്നെ വന്ന് കയറാവുന്ന, എന്നാൽ അഭിമാനത്തോടെ ജീവിക്കാവുന്ന, ഒരു ഔദാര്യം എന്നതിനേക്കാളേറെ അഭിമാനത്തോടെ ജീവിക്കാവുന്ന ഒരു സങ്കേതം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്നതാണ്. അത് മക്കറിൻ്റെ ഒരു പിന്നെ വിഷൻ എന്നത് ചിത്താരി ഉസ്താദ് അത്രയും ദീർഘമായി കണ്ട ഒരു സ്വപ്നം കൂടെ ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ യത്തീം കുട്ടികൾ, അനാഥ മക്കളുടെ കല്യാണം ആർക്കെങ്കിലും കഴിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ ഒരു നിലക്കും ഉസ്താദ് സമ്മതിക്കൂല. ആയല്ലോ, പ്രായമായല്ലോ, 18 ആയല്ലോ, അങ്ങനെയല്ല. ആ കുട്ടിക്ക് ഇഷ്ടപ്പെടണം. പിന്നെ ഈ കെട്ടുന്ന ചെക്കൻ നോക്കാൻ ശക്തിയുള്ള ആളാവണം, അത്രയും ഭദ്രമായിരിക്കണം. ഇനിയിപ്പോൾ എത്രത്തോളം ഇതെല്ലാം ഒക്കെ ആയിട്ടും പെട്ടെന്ന് യത്തീംഖാനൻ്റെ മാനേജറുണ്ട്, ഉസ്താദിനെ വിളിക്കുന്ന, കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, എൻഗേജ്ഡ് ആണ്, പക്ഷെ മോള് കരിയാണ്, ഇന്നാലെന്നൊരു പെൺകുട്ടി കരി. എന്താണ് സംഭവം? ദ്വീപിലോ തിരുവനന്തപുരത്തോ? തിരുവനന്തപുരത്താണ് ചെറുക്കൻ ഉള്ളത്, വളരെ ദൂരത്തായതുകൊണ്ട്. സംഭവം ദൂരായാലും അല്ലെങ്കിൽ കെട്ടിയെടുത്ത് നിൽക്കലെന്നല്ലേ. പക്ഷെ ആ കുട്ടിക്ക് മക്രോ സ്ഥാപനം ഇനി ഒരു നിലക്ക് കോണ്ടാക്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഡിസ്റ്റൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി കരയാണെന്ന്. അപ്പോൾ ആ കുട്ടീനെ എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാനല്ല ഉസ്താദ് പറയണത്, അത് ക്യാൻസൽ ചെയ്യണം. ഉസ്താദ് ചോദിച്ചൊരു ചോദ്യമുണ്ട് മാനേജറോട്, നിങ്ങളെ മകളാണെങ്കിൽ നിങ്ങൾ ചെയ്യുമോ? ഇത് നമ്മളൊരു മകളല്ലേ? അവരെ ചേർത്ത് നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ളതല്ല, വളരെ വൃത്തിയിലെ കാര്യങ്ങൾ അവരെ പരിഗണിച്ചിട്ട് ആ പിതൃത്വം, രക്ഷാകർത്തൃത്വം സ്വന്തം ഉത്തരവാദിത്വമായി ഏറ്റെടുക്കുന്നു എന്നതുകൂടെയാണ്. 2 കുട്ടികളത്, ഒന്ന് മംഗലാപുരത്തും വന്നൊരു കേസ്, ഇതേപോലെ തിരുവനന്തപുരത്തും ഇതേ വിഷയത്തിൽ ഉസ്താദ് ആ ചോദ്യമാണ് അന്നുള്ള മാനേജറോട് ചോദിച്ചത്. ഇതോടൊപ്പം തന്നെ ഉസ്താദ് സംഘടനാ കാര്യങ്ങളിൽ അതിശക്തമായി മുന്നിട്ട് നിൽക്കുകയും നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ടല്ലോ. അത് പിന്നെ എനിക്കതിൽ വളരെ ഹൃദ്യമായി തോന്നിയൊരു കാര്യം, നമ്മുടെ സംസ്ഥയുടെ സെൻറ്റിനറി കാലം കൂടെയാണല്ലോ. ഉലമാഇൻ്റെ ഇപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ MA ഉസ്താദിനെ കുറിച്ച് സൂചിപ്പിച്ചു. താജുൽ ഉലമയാകട്ടെ, MA ഉസ്താദാകട്ടെ, ചിത്താരി ഉസ്താദാകട്ടെ, നമ്മുടെ സമസ്തയെ ഈ അർത്ഥത്തിൽ നമുക്ക് കൈമാറ്റം ചെയ്തു തന്ന, നമ്മുടെ കൂടെ ജീവിച്ച ഈ മഹാ ആലിമ്യങ്ങൾ, ഇവർ ഈ സമസ്തയുടെ ആദർശം നമുക്ക് കൈമാറ്റം ചെയ്യുന്നത് ആരിൽ നിന്നാണ് എന്നിങ്ങനെ ആലോചിച്ചു പോയി. പിന്നെ പാങ്ങൽ ഉസ്താദിൻ്റെ അടുത്ത് നിന്നാണ് മെമ്പർഷിപ്പ് എടുത്ത് അവിടെ പഠിച്ച് അവരുടെ മെമ്പർഷിപ്പിലാണ് താജുൽ ഉലമയാണെങ്കിലും MA ഉസ്താദാണെങ്കിലും ഒക്കെ സംസ്ഥയുടെ മുഷാവറയിലേക്ക് എത്തുന്നത്. ചിത്താരി ഉസ്താദ് എത്തുന്നത് കണ്ണിത്ത് ഉസ്താദിലൂടെയാണ്. ഇങ്ങനെ ആ ഒരു പരമ്പര ഉണ്ടല്ലോ. നമുക്ക് ഒരു ഗോൾഡൻ ഹബിയായ ഒരു സനത് നേരെ നമുക്ക് സംസ്ഥയുടെ ആ സംസ്ഥ സ്ഥാപിച്ച ആളുകളിലേക്ക് ചെന്നെത്താവുന്ന, വളരെ കുറഞ്ഞ ദൂരത്തിൽ അവരെന്താണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ കൈമാറ്റം ചെയ്യുന്ന ഒരു തീവ്രമായ ആദർശബോധം കൂടെ നമ്മുടെ ഈ ഉലമയിൽ നമുക്ക് പഠിക്കാനാകും. അതുപോലെ ഉസ്താദ് ഈ പാവപ്പെട്ട മുത്തലിമീങ്ങളെ സഹായിക്കുന്നിടത്ത് ഭയങ്കര താല്പര്യമാണ്. അബൂ യൂസുഫ് റളിയല്ലാഹു പഠനം മുടങ്ങിയപ്പോൾ പിന്നെ ജോലിക്ക് പോകണ്ട, ഫണ്ട് ഞാൻ തരാം എന്നൊറ്റ അബൂ ഹനീഫ റളിയല്ലാഹു പഠനം തുടരാൻ പറയുന്ന ഒരു ചരിത്രം ഉണ്ടല്ലോ. എന്ന പോലെ ഒരു ദിവസം ഉസ്താദ് ക്ലാസ്സിൽ പിന്നെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഒരു മുത്താലിം എന്ന് ചോദിച്ചു, എന്തേ ഉസ്താദ്? അപ്പോൾ മുന്താ മോന് കേൾക്കുന്നില്ലെന്ന് വെച്ചപ്പോൾ കൂടെയുള്ള സതീർത്ഥർ പറഞ്ഞു, മോനിക്ക് ചെവി കേൾക്കൽ കുറവാണ്. ആ സ്പോട്ടിൽ ഉസ്താദ് 6000 രൂപ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ചികിത്സ തുടങ്ങും, ബാക്കി ഫുള്ള് ഞാൻ തന്നോളാം. അങ്ങനെയാണ് ഉസ്താദിൻ്റെ ഒരു സിസ്റ്റം. പിന്നെ നമ്മുടെ സീനിയർ ബാച്ചുകളിൽപ്പെട്ട ഒരമാനി വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ വീട് തന്നെ ജപ്തി ചെയ്യേണ്ട ഒരു ഘട്ടം വന്നു എന്ന് കണ്ടപ്പോൾ ഫുൾ ഫണ്ട് ഉസ്താദാണ് കൊണ്ടു കൊടുക്കുന്നത്. ഉസ്താദ് നടന്ന് കൊണ്ടുപോകും, സ്റ്റെപ്പ് കയറി കൊണ്ടു കൊടുക്കും. അത് ഉസ്താദിൻ്റെ തീരെ വയ്യാത്ത ഘട്ടത്തിലും ഗൾഫിലേക്ക് പറക്കുമ്പോഴും ഉസ്താദിന് ശരിക്കും ഒന്ന് ടോയ്ലറ്റിൽ തന്നെ പോകാൻ പറ്റാത്തൊരു ഘട്ടം, ആരോഗ്യം അത്രയും പ്രയാസപ്പെട്ട ഘട്ടത്തിലും ഉസ്താദ് അങ്ങനെ പോണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഉസ്താദിന് പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ ജീവനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറത്തു ഉമറുള്ളാൻ്റെ ധീരത അങ്ങനെയൊക്കെ കണ്ടാലും ഉള്ളിൻ്റെ ഉള്ളിൽ പാതിരാക്ക് പാവങ്ങളുടെ വസ്ത്രം അലക്കി കൊടുക്കുന്ന ഉമറുള്ളാനുമാണല്ലോ.
പിന്നെ ചിത്താരിസ്ത എപ്പോഴും പറയാറുണ്ട് റിഫായി ഷെയ്ഖിൻ്റെ വഴി നമ്മളെപ്പോഴും സ്വീകരിക്കണം. റിഫായിയ ത്വരീഖത്ത് അല്ലേ? പിന്നെ റിഫായി ഷെയ്ഖുള്ള നിലപാടുകളൊക്കെ ഇങ്ങനെ പറയുമ്പോഴും പിന്നെ പാവങ്ങളെ സംരക്ഷിക്കുക, പാവങ്ങളുടെ വസ്ത്രം അലക്കി കൊടുക്കുക, പാവങ്ങൾക്ക് വിറക് ശേഖരിക്കുക, ഒരു നായയെ പോലും. അതെ അതെ, അങ്ങനെ ചെയ്യുന്ന ആളാണല്ലോ റിഫായി ഷെയ്ഖുള്ള. ഒരിക്കൽ ഉസ്താദിൻ്റെ അടുത്ത് ഉസ്താദിൻ്റെ റിഫായിയ ത്വരീഖത്തിൻ്റെ ഇജാസത്ത് കിട്ടുമെന്ന് വെച്ചിട്ട് ഞാൻ പോയിരുന്നു ഉസ്താദിൻ്റെ അടുത്ത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു വാഖിയ, മുൽക്ക്, സജദ, റഹ്മാൻ, മുസമ്മിൽ, ജിന്ന് ഇതെല്ലാം ഓതുന്നതിൻ്റെ പുറമെ ഒരു ദിവസം ഒരു ജുസ് 3 ജുസ് അല്ലേ? ആദ്യം ഒരു ജുസ് ഓതണം എന്നാണ് പറഞ്ഞു ഉസ്താദ്. അപ്പോൾ ഞാൻ പറഞ്ഞ കുറച്ച് മിനിറ്റ് മതി അല്ല. അപ്പോൾ പറയാം എൻ്റെ ഇബാദത്ത് ഭയങ്കര സംഭവം. അത് സമസ്ത മുഷാവറിൻ്റെ മീറ്റിങ്ങിനോ മറ്റൊക്കെ പോകാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ വരും. സുബീക്ക് തന്നെ പള്ളിയിലെത്തും. അപ്പോൾ സുബീക്ക് പള്ളിയിലെത്തിയ ഇവിടെ എത്തുമ്പോൾ തന്നെ പിന്നെ ഉറക്കച്ചടവിലൊക്കെ നമ്മളെ കണ്ടാൽ പറയും 3500 തസ്ബീഹ് ഞാൻ ചൊല്ലി തീർന്നു. എപ്പോൾ ഈ സമയമാകുമ്പോൾ ഒരു 6-6 സുബീക്കൊക്കെ ആദ്യ ക്ലാസ്സിന് പോകാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് 1-2 ജ്യൂസ് ഖുർആൻ ഓതിയിട്ട് 3000 ദിക്റും ചൊല്ലിട്ട് വരും. അത്രയും ദിക്റാണ് ഉസ്താദിൻ്റെ, ഭയങ്കര ദാക്കിറാണ്. മുത്തലിമീങ്ങളെ ചേർത്ത് വിഷയം പറഞ്ഞല്ലോ. അഭിവക്ത കണ്ണൂർ ജില്ലേൻ്റെ ഒരു സമസ്ത സമ്മേളനം കഴിഞ്ഞിട്ട് അതിൽ സാമ്പത്തികമായി കുറച്ച് മിച്ചം വന്നപ്പോൾ ആ ഫണ്ടിലാണല്ലോ ഒരു സ്കോളർഷിപ്പ് സിസ്റ്റം തുടങ്ങിയത്. ഉസ്താദ് പേഴ്സണലി കുറേ കാര്യങ്ങൾ ചെയ്തതോടൊപ്പം തന്നെ സംഘടനാപരമായി ഇങ്ങനെ സിസ്റ്റം പോലും അവിടെ ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നും ആ സ്കോളർഷിപ്പ് സിസ്റ്റം ഗംഭീരമായി നടക്കുന്നുണ്ടല്ലോ. മുത്താലിമീങ്ങൾ, കണ്ണൂർ ജില്ലയിലെ മുത്താലിമീങ്ങൾക്ക് ജില്ലയിലും പുറത്തൊക്കെ പഠിക്കുന്ന മുത്താലിമീങ്ങളെ സഹായിക്കുന്ന സ്കോളർഷിപ്പ് സിസ്റ്റം, അതൊക്കെ ഉസ്താദ് ഉണ്ടാക്കിയ ഒരു വലിയൊരു കാര്യം തന്നെയാണ്. ഉസ്താദ് എൻ്റെ ഇബാദത്ത് എടുത്ത് പറയുകയാണെങ്കിൽ ഉസ്താദിന് എപ്പോഴും വുളു ഉണ്ടാവും, ദായിമുൽ വുളുവിൻ്റെ ആളാണ്. പിന്നെ നമ്മളെ മക്കറിൻ്റെ തന്നെ ജബ്ബാറാജിക്ക് ഒരിക്കൽ പറഞ്ഞ ഓർമ്മയുണ്ട്. ഉസ്താദിൻ്റെ കൂടെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ മൂത്രമൊഴിക്കാൻ ഇറങ്ങണമെങ്കിൽ തൊട്ട് ശേഷം വുളു കൊടുക്കാനുള്ള ഫെസിലിറ്റിയും കൂടി അന്വേഷിക്കണം. അത് കാണും എപ്പോഴും വുളു. ഉസ്താദ് നമുക്ക് ആദ്യം ബുഖാരി ഓതി തരുന്ന ഒരു ഹാളുണ്ട്. ആ ഹാളിൽ ഉസ്താദ് ബുഖാരി ഓതി തരുമ്പോൾ ബുഖാരി ഓതിക്കഴിഞ്ഞാൽ പിന്നെ ളുഹ നിസ്കാരത്തിന് മുമ്പ് ഉസ്താദ് ഒന്ന് ഫ്രഷ് ആവും. ആ മൂത്രമൊഴിക്കാൻ പോയാൽ വുളു എടുത്തിട്ടല്ലാണ്ട് ബാത്റൂമിൽ നിന്ന് കയറില്ല. ഉസ്താദിന് ഈ വുളു ഇല്ലാണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഉസ്താദിന് ആവില്ല. ഭയങ്കര കണിശതയാണ് ആ വിഷയത്തിൽ. എപ്പോഴും വുളു ഉണ്ടാകണം. ഉസ്താദ് എപ്പോഴും പറയും എപ്പോഴും മിസ്വാക്ക് ചെയ്യണം, എപ്പോഴും വുളു ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിട്ട് ഉസ്താദ് അത് പഠിപ്പിച്ചു തരും. ഉസ്താദിൻ്റെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഈ ജഅലിൻ നവാഫില കൽ ഫറാഇൽ നിന്ന് പിന്നെ കിതാബിൽ പറഞ്ഞ പോലെ ഫർദിനെ പോലെ കാണും സുന്നത്തിനെ. അതാണ് ഉസ്താദിൻ്റെ പ്രത്യേകത. ഈ അവസാന കാലത്തും എഴുന്നേറ്റ് നിൽക്കാൻ പ്രയാസമുള്ള സമയത്ത് വീട്ടിൻ്റെ അടുത്തുള്ള ആ പള്ളിയിൽ ആ പിടി ഇപ്പോഴും അവിടെ ഉണ്ടല്ലോ, അത് പിടിച്ചുകൊണ്ട് നിന്നു. നമ്മളവിടെ ആ സമയത്ത് പോയപ്പോൾ അവിടെയുള്ള ആൾ കാണിച്ചാൽ ഇത് പിടിച്ചിട്ടാണ് ഉസ്താദ് ഇപ്പം നിൽക്കുന്നത്, നിസ്കരിക്കുന്നത് എന്ന് ആ സമയത്ത് പറഞ്ഞു തന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ളുഹ നിസ്കാരം, റവാത്തിബ്, ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ടാണ് സുൽത്താനുൽമ അടക്കം ചിത്താരുസ്താൻ്റെ സ്മരണികയിൽ അത് പറയുന്നുമുണ്ട്. പിന്നെ ഔറാദുകളിൽ യാത്രകളിലാണെങ്കിലും കാണിക്കുന്ന കണിശത. ഒരിക്കൽ അബുദാബിയിൽ നിന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും വിവിധ റൂമുകളിൽ ഉറങ്ങാനിരിക്കുമ്പോൾ 1 മണി സമയത്ത് വാതിൽ മുട്ടുന്നു. എന്തേ? ആ ദലായിൽ ഖൈറാത്ത് ഏട് അവിടെ ആയിപ്പോയി എന്നുള്ളതാണ് സംഭവം. എപ്പോഴും ഉസ്താദിൻ്റെ ബാഗിൽ ഖുർആൻ ഉണ്ടാവും. എപ്പോഴും ഉസ്താദിൻ്റെ വാഹനത്തിലൊക്കെ പലപ്പോഴും സഞ്ചരിക്കാനൊക്കെ ചിലപ്പോൾ അവസരം കിട്ടിയാൽ ഉസ്താദിനോട് എന്തെങ്കിലും ചോദിക്കണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഉസ്താദിൻ്റെ കയ്യിൽ ഖുർആനായിരിക്കും. ഇപ്പം നമ്മളെ ഈ അടുത്തൊരു ഒരു ആചാര്യ പറഞ്ഞ ഓർമ്മയുണ്ട്. കുവൈത്തിൽ ഒരു അറബീൻ്റെ അടുത്ത് അപ്പോയിൻമെൻ്റ് കിട്ടിയത്രേ സ്ഥാപനമൊക്കെ പരിചയപ്പെടുത്താൻ. അങ്ങനെ പറഞ്ഞ സമയത്ത് അവിടെ എത്തിയപ്പോഴേക്ക് മൂപ്പര് ഡിലേ ആണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് മൂപ്പരെ കണ്ടു, വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ കൂടെയുള്ള ആളോട് ചിത്താരിസ പറഞ്ഞത്രേ, ആ കാത്തിരിക്കുന്ന സമയത്ത് ഞാൻ 6 ജുസ് ഖുർആൻ ഓതി. ഈ ആചാര്യനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അൽക്കഫ് സൂറത്ത് കാണാതെ ഓതാൻ പഠിച്ചത് ചിത്താരി ഉസ്താദിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടാണ്. കാരണം അന്നൊക്കെ കുവൈത്തിൽ വന്നാൽ ഉസ്താദ് 4 ആഴ്ച 1 മാസം തികച്ച് കുവൈത്തിൽ നിൽക്കും. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയിലും ഉസ്താദ് 3 അൽക്കഫ് ഒച്ചത്തിൽ ഓതും വണ്ടിയിൽ നിന്ന്. 3 അൽക്കഫ് കുവൈത്ത് സിറ്റിയിൽ നിന്ന് ഫർവാനിയ ഫായിലൊക്കെ എത്തുമ്പോഴേക്കും അൽക്കഫ് തീർന്നിട്ടുണ്ടാവും. ഈ സ്ഥിരം ഇങ്ങനെ കേട്ടാൽ പിന്നെ ഞാൻ എന്തായാലും പഠിച്ചു പോകില്ലേ എന്നാണ്. റമളാനിൽ 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ടൊക്കെ ഒരു ഖത്മ തീർക്കുമെന്ന്. ഈ ഒച്ചത്തിൽ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഉസ്താദ് ബാത്റൂമിൽ കയറുമ്പോയാലും നമുക്ക് ഒച്ചത്തിൽ തന്നെ ദിക്റല്ലോ. ഉസ്താദിനോട് ചോദിച്ചത് എന്തിനാണ് അത്? ആളുകൾക്ക്
നമ്മൾ നേരെ പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ ചെല്ലുന്നുണ്ടല്ലോ, അത് കുറച്ച് ശബ്ദത്തിൽ അവരത് പഠിച്ചോളും, പകർത്തിക്കോളും എന്നാണ് ഉസ്താദിൻ്റെ ഒരു രീതി, സമീപനം. ദീനിനെ എന്തെങ്കിലും ഒരു എന്താണ് ഒരു കാട്ടിക്കൂട്ടലുകൾ അല്ലെങ്കിൽ അതിനെ അത് സ്വന്തം ജീവിതമാണ് ദീന് എന്ന് തെളിയിക്കുന്ന ഈ അഷ്ഹദു എന്ന് പറഞ്ഞാൽ അതാണല്ലോ, എന്നെ നിങ്ങൾ നോക്കിക്കോളൂ. അത് ഉസ്താദ് പള്ളിയിൽ കയറുമ്പോൾ എല്ലാ പള്ളിയിലുള്ള മുഴുവൻ മുത്താലിങ്ങളും കേൾക്കും അല്ലാഹു മഫ്തഹ്ലി അബ്വാബ റഹ്മതിക. അതിക്കറൊക്കെ വളരെ ഒച്ചത്തിൽ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് ലിയസുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരവും നബി തങ്ങളുടെ വിയർപ്പ് ഓൾറെഡി സുഗന്ധമാണെങ്കിലും അത്ര കൂടുതൽ ഉപയോഗിക്കുന്നത് ഉമ്മത്തിന് പഠിപ്പിക്കാന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് ആണ് സംഭവം. സോ അങ്ങനെ ചെയ്യിപ്പിക്കും. ഓതുന്നത് ഖിറാത്ത് എല്ലാം അതിൻ്റെ ഖുർആനൊത്തൊരു ഗംഭീര ഓത്താണ് ഉസ്താദിൻ്റെ. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് ഉസ്താദിനെ കണ്ടാൽ കാണുന്നവർക്ക് തക്കവുണ്ടാവും. ഉസ്താദ് ഇങ്ങനെ കരിയുണ്ടാവും, ഇടയ്ക്ക് ഇങ്ങനെ ചിരിക്കുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ തഫ്സീറുകളുടെ ലോകത്താണ് ഉസ്താദിൻ്റെ തലച്ചോറുണ്ടാവുക. അങ്ങനെ പറയും. റാസൽ ഖൈമയിൽ വെച്ച് ഉസ്താദ് അറസ്റ്റ് ചെയ്യപ്പെട്ടൊരു സംഭവമുണ്ട്. ICFൻ്റെ നേതൃത്വം ഇടപെട്ട് പിറ്റേന്ന് തന്നെ രക്ഷപ്പെടുത്തി. റൂമിലെത്തിയപ്പോൾ ഉസ്താദിനോട് വെച്ച് എന്താണ് അവസ്ഥ, ഉസ്താദ് ഓപ്പണായി പറയും ഫുള്ളായിട്ട്. എന്താ അവസ്ഥ എന്ന് വെച്ചാൽ എന്താ അവസ്ഥ, ഒരു ഹത്തോതി തീർത്തു, അതന്നെ അവസ്ഥ. അതാണ് ഉസ്താദിന് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഖുർആൻ ഓത്ത് ഉസ്താദിന് ഒരു ഹരാണ് സംഭവം. അത് ഭയങ്കര ഇബാദത്ത് ഉസ്താദിൻ്റെത് നമ്മൾ കണ്ട് പഠിക്കേണ്ട തന്നെയാണ് സംഭവം. ഉസ്താദിൻ്റെ ബാക്കിയുള്ള സംഘടനാ സ്ഥാപന കാര്യങ്ങൾ കൂടെ പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. ഈ ജീവിതം കൊണ്ട് എന്താണ് ബാക്കി എന്ന് ചോദിച്ചതിൻ്റെ ഒരു ഉത്തരം കൂടെയാണല്ലോ. ഉസ്താദ് സഅദിയ, അൽ മഖർ പോലെയുള്ള സ്ഥാപന സംവിധാനങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു. സമസ്ത 2 ജില്ലകളിലും കെട്ടിപ്പടുത്തുണ്ടാക്കി. അതിനുവേണ്ടി എത്രയും അധ്വാനിച്ചു. അതായിരുന്നു പ്രഥമ പരിഗണന എന്ന് മനസ്സിലാവും. സംഘടനയായിരുന്നു പ്രഥമ പരിഗണന. അതിനുശേഷമാണ് ബാക്കിയെല്ലാം. ഒന്നും അവഗണിച്ചതല്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ കുടുംബബന്ധത്തിൽ എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്. ഇപ്പം സഹോദരിയോട് ഉസ്താദ് ഈ തിരക്കിലൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാതാകുമ്പോൾ എന്താണ് ചെയ്യുക, പ്രയാസമാവില്ലെന്ന് ചോദിച്ചപ്പോൾ അതിന് കിട്ടാതാകണ്ടേ എന്ന് പെങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം കുടുംബത്തിലുണ്ടായിരുന്നു. പക്ഷെ അതേസമയത്ത് സംഘടനാ കാര്യങ്ങളിൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും അതിൻ്റെ നേതൃത്വം എന്ന അർത്ഥത്തിൽ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്ന ഒട്ടനേകം രംഗങ്ങൾ കാണാൻ കഴിയും. ഓർമ്മ വരുന്നൊരു കാര്യം പറയാം. എനിക്ക് തോന്നുന്നു 2007 ആയിരിക്കും, ഇരിട്ടിയിൽ ബുഖാറയിൽ വെച്ച് SSFൻ്റെ ജില്ലാ ഒരു മീറ്റിംഗ്, ഒരു ക്യാമ്പ്, 3 ദിവസത്തെ ക്യാമ്പ് നടത്തി. അന്ന് നമ്മുടെ റഷീദ് മാഷി നെരിക്കോടാണ് ജനറൽ സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറി. അപ്പോൾ അന്ന് ആ ക്യാമ്പിൽ റഷീദ് മാഷി സ്വാഗതം പറയുമ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് ചിത്താരി ഉസ്താദാണ്. സദസ്സിൽ സ്റ്റേജിലുണ്ട്. നമ്മൾ വലിയൊരു സഅയാണ് ചെയ്യുന്നത്, വലിയൊരു ജിഹാദാണ് ചെയ്യുന്നത്. 3 ദിവസം ഈ കാലത്ത് നമ്മൾ സംഘടനയ്ക്ക് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടുകയാണ് എന്ന് സ്വാഗതത്തിൽ പറഞ്ഞു. ഉസ്താദ് ഉദ്ഘാടന പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് എവിടെ റഷീദ് എന്ന് ചോദിക്കണ്ടേ, എന്നിട്ട് പറയാണ് 15 ദിവസം ഞങ്ങൾ ആലിമ്യങ്ങൾ ഇവിടെ ഒരുമിച്ചിരുന്നാടാ, ഇവിടെ ഈ സമസ്തയും സംഘടന മൊത്തം ഉണ്ടാക്കുക, പിന്നെ നിങ്ങൾ ഈ 3 ദിവസമാണോ വലിയ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അവരിരുന്നത് വലിയ കാര്യമാണ് എന്നതിനേക്കാളേറെ നമ്മൾ എത്ര അധ്വാനിച്ചാലും എത്ര പണിയെടുത്താലും അവരുടെ ഒരു ഏഴായലത്ത് പോയിട്ട് ഒരു പരിധിയിൽ പോലും നമുക്ക് എത്താൻ കഴിയുന്നില്ല എന്നൊരു ചിന്ത ഉസ്താദിനെ കാണുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്യൽ ആ സംസാരമായിരുന്നു. ഉസ്താദ് ഈ ചില പ്രയോഗങ്ങളുണ്ട്. ഉസ്താദ് ബുഖാരിയിലൊക്കെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നാട് നന്നാക്കുന്നവൻ പറയട്ടെ എന്ന് പറയും. ഈ സംഘടനാ പ്രവർത്തനത്തിന് പോവുക എന്ന് പറയുന്നത് നാട് നന്നാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പോകുന്ന ആൾക്ക് നന്നായി ഇൽമുണ്ടാവണം എന്നതിലേക്ക് പ്രചോദിപ്പിക്കാനും ആ കാര്യത്തെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. നാട് നന്നാക്കാൻ എന്നുള്ളൊരു പ്രയോഗമാണ് ഉസ്താദ്. പ്രചോദനം കൂടെയാണല്ലോ. അതെ, അങ്ങനെ പറയുന്നത്. അതിൻ്റെ ഭാര്യ മരണപ്പെടലോടുകൂടിയാണ് ഉസ്താദ് ആകെ തളർന്നു പോകുന്നത്. ഈ പറയുന്ന ധീരതൊക്കെ എവിടെ പോയി എന്ന് നമുക്ക് തന്നെ തോന്നും. നമുക്ക് മുത്തവ്വലോ സാനിയിലോ ഉണ്ടാകുമ്പോഴാണ് ഉസ്താദിൻ്റെ ഭാര്യ മരണപ്പെടുന്നത്. ഉസ്താദ് എൻ്റെ മാനേജർ പോയി എന്നാൽ പറയുകയും ചെയ്യാം. അപ്പോൾ എല്ലാ തിങ്കളും വ്യാഴവും ഉസ്താദിൻ്റെ വീട്ടിൽ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ഉണ്ട്. അപ്പോൾ മുത്തവ്വലിന് കുറച്ച് കുട്ടികൾ പോകും ദുആക്ക് പോകും. അപ്പോൾ എനിക്ക് ഈ വ്യാഴാഴ്ചകളിൽ സെക്ടർ സെക്രട്ടേറിയറ്റ് ഉണ്ടാവും. അപ്പോൾ ഉസ്താദ് ഒരാഴ്ച ചോദിച്ചത്രേ, എനിക്ക് മീറ്റിംഗ് ഇല്ലാത്ത ദിവസം വന്നൂടെ. ഉസ്താദിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഒരു സംഗതിയാണ് സംഭവം. മീറ്റിങ്ങിന് ഉസ്താദ് ഭയങ്കര പരിഗണിക്കും. മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ എൻ്റെ നാട്ടിൽ പുഷ്പഗിരിയിൽ ബസ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. രാവിലത്തെ ഉസ്താദിൻ്റെ തന്നെ സബക്കിനെത്താൻ. അപ്പോൾ ഉസ്താദ് അവിടെ വണ്ടി നിർത്താൻ പറയും ഡ്രൈവറോട്. അതിൽ കയറ്റിട്ട് ഉസ്താദിനെ അറിയും സംഭവം.
ഉസ്താദ് സംഘടനയെയും പഠനത്തിനെയും നന്നായി പ്രോത്സാഹിപ്പിക്കും. അത് ഭയങ്കര സംഭവം. കാമിൽ സക്കാഫിക്ക് പോകട്ടെ എന്ന് ഉസ്താദിൻ്റെ അടുത്ത് സമ്മതം ചോദിക്കാൻ വേണ്ടി പോയി, അമാനിയായി പോകും. അപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്, പോകൽ പോയിക്കോളി, ചെറിയ ഏപ്പിനെയും വലിയ ഏപ്പിനെയും നന്നായിട്ട് മുതലാക്കണം. അതിലുണ്ടല്ലോ എല്ലാം, അതിൽ കിടപ്പുണ്ടല്ലോ. അത് ചെറിയ ഉസ്താദിനെ എന്തിനാണ് അങ്ങനെ പരിചയപ്പെടുത്തിയത് എന്ന് ശരിക്കും അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ചിത്താരി ഉസ്താദ് അങ്ങനെ പറഞ്ഞ് മുതലാക്കണം എന്ന് പറയുന്നത്, സുൽത്താനുൽ ഉസ്താദ് ഓക്കെ ഇൽമിൻ്റെ ബഹ്റന്നെ, ചെറിയ ഉസ്താദിനെ നമുക്ക് ചിത്താരി ഉസ്താദ് അങ്ങനെ പറഞ്ഞു തരുമ്പോഴാണ്, അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ചെറിയ ഉസ്താദിൻ്റെ ഒരു ഉത്തരം എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഉത്തരമായിരിക്കുമല്ലോ. പിന്നെ അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ പെണ്ണുങ്ങൾ ജുമയ്ക്ക് വരണമെന്ന് ഉസ്താദിനോട് ചോദിച്ചപ്പോൾ, എന്നാൽ പിന്നെ അല്ല അഹ്യാവ് വല്ല അംവാത്തൊന്നും ഉണ്ടല്ലോ, മരിച്ചവരും ജുമയ്ക്ക് അങ്ങനെ ഉത്തരം പറയാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇൽമുൽ ഗൈബ് ഉണ്ട് എന്നുള്ളത് പിന്നെ ഖീലാന്ന് ഇട്ടിട്ടല്ലേ ഫുള്ളായിട്ട് അറിയിച്ചു കൊടുത്തതെന്ന് ഉള്ളതെന്ന് ഖസായിസുൽ കുബറ സുയത്തി ഇമാം പറഞ്ഞത്. ഖീല ലോഫിനെ കുറിക്കുന്ന വാക്കല്ലേ എന്ന് ചെറിയ ഉസ്താദിനോട് സഭയ്ക്ക് ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ എല്ലാ ഖീലിനെയും അങ്ങനെ കാണണ്ട, ഖീല ദുഖുലിൽ ജന്ന എന്ന് ഖുർആനിൽ അങ്ങനത്തെ. അപ്പോൾ ആ ടിറ്റ് ഫോർ ടാറ്റ് ഉത്തരങ്ങൾ ചെറിയ ഉസ്താദിനടുത്തുനിന്ന് പഠിക്കണം എന്ന് കൂടിയായിരിക്കും ഉസ്താദ് ഉദ്ദേശിച്ചത് എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ സംഘടനാ മീറ്റിംഗ്, അതുകൊണ്ട് തന്നെ നമ്മളെ ജില്ലൻ്റെ എല്ലാ സാഹിത്യോത്സവിൻ്റെയും സമാപന ഉദ്ഘാടനം ചിത്താരിസ്ഥാണല്ലോ, ക്യാമ്പുകൾ. ഉസ്താദ് പലപ്പോഴും ക്യാമ്പിലും പിന്നെ സംഘടനാ മീറ്റിങ്ങിലൊക്കെ വന്നാൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സംഘടന നമ്മൾക്ക് ഒരു മുൾക്കിരീടം പോലെയാണെന്ന്. ഉസ്താദിൻ്റെ വാക്കങ്ങനെയാണ്. നമുക്ക് ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടി വരണം, എവിടെങ്കിലും ഫോട്ടത്തിൽ കൊടുക്കണമെന്നൊന്നും ചിന്തിക്കാതെ ഒരു അമാനത്തായിട്ട് കാണണം. ഉസ്താദ് അതിന് ഒരു ഉദാഹരണം പറയാറുണ്ട്. സംഘടനാ മീറ്റിങ്ങിലാണ് ഈ ഉദാഹരണം പറയുക. പിന്നെ ഉസ്താദിൻ്റെ അടുത്ത് തസ്രീഹുൽ മന്ദിക്ക് മുതൽ ബുഖാരി വരെ സബക്കിലിരുന്ന് 7 കൊല്ലം ഇരുന്നിട്ടുണ്ടെങ്കിലും സംഘടനാ മീറ്റിങ്ങിൽ മാത്രം പറയുന്ന ഉദാഹരണമായിട്ട് എനിക്ക് അനുഭവിച്ചത് ഇതാണ്. ഇത് ഒരു തള്ളപ്പക്ഷി തൻ്റെ കുഞ്ഞനെ നമ്മളെ പറമ്പിലെങ്ങാനും ഇട്ടാൽ ഈ പക്ഷിനെ നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി നോക്കുകയും ആ തള്ളപ്പക്ഷിയിലേക്ക് തിരിച്ചെത്തിക്കാൻ നമ്മൾ ജാഗ്രത കാണിക്കുകയും ചെയ്യുന്ന പോലെ നമ്മുടെ സംഘടനാ കാലം നമുക്ക് അള്ളാഹു തന്നൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തെ വളരെ ഭംഗിയായി നിർവഹിക്കാൻ ഉസ്താദ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉസ്താദിൻ്റെ വീട്ടിൽ ചിലപ്പം വൃത്തിയാക്കാൻ അവസരം ഉണ്ടാവും, ഉസ്താദിൻ്റെ കുത്തുബുഖാനൊന്ന് സെറ്റ് ചെയ്യാൻ. അപ്പോൾ അതിൽ മൊത്തം ലെറ്റർ, അതെന്താണ് വായിച്ച് കത്തിക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ മസ്ലഹത്തിൻ്റെ ഏറ്റവുണ്ടാവുക. ഫുള്ള് പ്രശ്നങ്ങളുടെ കൂമ്പാരായിരിക്കും. എപ്പോഴാണ് ഉസ്താദ് ഇതെല്ലാം തീർത്തത് എന്ന് നമ്മൾ തന്നെ ചോദിച്ചു. ഫുൾ ഇതന്നെ ഉസ്താദിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഈ കാഞ്ഞങ്ങാട് അവിടെ പിന്നെ കാഞ്ഞങ്ങാട് കാലിയായിരുന്ന പി എ ഉസ്താദും അതേപോലെ ചിത്താരി ഉസ്താദും ഒരുമിച്ച് നിന്ന രംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അവിടെ പിന്നെ പി എ ഉസ്താദിൻ്റെ ആ വലിയ പാണ്ഡിത്യവും ചിത്താരി ഉസ്താദിൻ്റെ ഹിക്മത്തുകളും കൂടെ ചേർന്നുകൊണ്ടുണ്ടാക്കിയ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ആ കൂട്ടം തന്നെയാണല്ലോ കാഞ്ഞങ്ങാട് സുന്നി സമ്മേളനം ഒക്കെ ഗംഭീരമായി നടക്കുന്നത്. നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ജില്ലകൾ, അവിഭക്ത കണ്ണൂർ ജില്ലയിൽ സമസ്തകാല ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു വൈകാരികതയിൽ തന്നെ ഉസ്താദ് പലപ്പോഴും പറയുന്നത് കേൾക്കാറുണ്ട്. അത് നിങ്ങൾ ഈ പറഞ്ഞ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എം എ ഉസ്താദ് ആദ്യം ലെറ്റർ അയക്കുന്നുണ്ട് സമസ്തയുടെ മീറ്റിങ്ങിന് ചെല്ലാൻ വേണ്ടിയിട്ട്, പക്ഷേ പോകുന്നില്ല, മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഉസ്താദായ പി എ ഉസ്താദ് ലെറ്റർ ചെയ്താണ്. ചിലപ്പോൾ എം എ ഉസ്താദിൻ്റെ പ്രചോദനമാകാം. ആ ലെറ്റർ വന്നപ്പോഴാണ് ആ അദബ് എന്ന അർത്ഥത്തിൽ പിന്നീട് മീറ്റിങ്ങിലേക്ക് പോകുന്നതും അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നത്. പ്രഥമ കമ്മിറ്റിയിൽ തന്നെ സെക്രട്ടറി ആവുകയും ചെയ്തു. ഉള്ളാൾ തങ്ങൾ പ്രസിഡൻറ്റും എം എസ് ജനറൽ സെക്രട്ടറിയും പിന്നെ ചിത്താരി സെക്രട്ടറിയുമാണ് പ്രഥമ കണ്ണൂർ ജില്ലാ കമ്മിറ്റി വരുന്നത്. കാനങ്ങാട് നിന്നാണ് സംയുക്ത കാളി എന്ന സിസ്റ്റം ചിത്താരി ഉസ്താദ് പി ഉസ്താദിനെ അവിടെ കൊണ്ടുവന്ന് കാളിയാക്കിയിട്ടാണ് കേരളത്തിൽ ഈ സംയുക്ത കാളി എന്ന ആ സംവിധാനത്തിനെ കൊണ്ടുവരുന്നത്. ആ തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇന്നോവേഷനായ കുറേ കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ സ്കോളർഷിപ്പ്, ഇങ്ങനെ കുറേ സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ മതബോധിക സമന്വയം ഒരുപക്ഷെ ചേർത്ത് പറയാവുന്നത് അൽമക്കർ ഒരു പിന്നെ കാലത്തിന് നൽകുന്ന വലിയൊരു തിരിച്ചുവരവാണെന്ന് പറയാം. കാരണം അത്രയും ആലിമ്യങ്ങൾ പഠിച്ച സ്ഥലമാണ് തളിപ്പറമ്പ്. കുവത്ത് അടക്കമുള്ള സ്ഥാപനങ്ങൾ, താജുൽ ഉലമ, പിന്നെ ഇ കെ ഹസൻ മുസ്ലിയാർ, ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്, ഇങ്ങനെ തുടങ്ങി വലിയ വലിയ വിജിഗീഷുക്കളായ പണ്ഡിതർ പഠിച്ച സ്ഥലമാണ് തളിപ്പറമ്പ്. അവിടെയാണ് അവസാനം അത് ഈ ചില രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക്
അടിമപ്പെടുകയും ആ സ്ഥാപനം അഹ്ലുസുന്നയിൽ നിന്ന് കൈമോശം വരികയൊക്കെ ആദ്യഘട്ടങ്ങളിൽ ചെയ്യുന്നത്. ആ കാലത്ത് ഉസ്താദിനുണ്ടായ സ്വപ്നം കൂടെ ആണല്ലോ സഅദിയ ഉണ്ടാകുന്നത്. പക്ഷെ അത് സഅദിയ കാസർഗോഡേക്ക് പോയി. അപ്പോഴും തളിപ്പറമ്പിൽ വീണ്ടെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ നേരെ തണൽമുറ്റത്ത് തന്നെ ബദരിയ നഗറിൽ പിന്നെ അൽമക്കർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അഹ്ലുസുന്നയുടെ ഒരു ഈ പ്രയോഗ വഴിയെയും പഠനത്തെയും ഒക്കെ അത്രയും ദീർഘവീക്ഷണത്തോടെ കാണുകയും അതിനുവേണ്ടി സമർപ്പിക്കുകയും ചെയ്തു എന്നതുകൂടെയാണ്. നേരാവണ്ണം ഒരു സഞ്ചാര വഴി പോലും ഇല്ലാത്ത നാടായിരുന്നല്ലോ ശരിക്കും ഈ നാട് കാണിനെ. നമ്മളങ്ങനല്ലേ പിന്നെ അൽമക്കറിലേക്കൊക്കെ പഠിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ കേൾക്കാറുള്ള ഒരു പഴയ നാടൻ ഒരു ഡയലോഗ് തന്നെ, നാടല്ലാത്ത നാടിനെ നാടാക്കി മാറ്റിയ നാടുകാണി എന്നാണ് പഴയ സമ്മേളന അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവില്ലേ. ജീവനോട് തിരിച്ചു പോവില്ല ഈ അത്രയും നാട് കാണിപ്പോയാൽ നാട് കാണില്ല എന്നുള്ള ആ ഒരു ആദ്യമായിട്ട് സ്ഥാപനത്തിന് കുറ്റിയടിച്ച കുറ്റി തന്നെ അന്ന് തന്നെ പോയിന്. അത്രയും ശത്രുക്കളുള്ള ഹംസം ഉസ്താദിന് എന്ന് പറയുമല്ലോ ശത്രുക്കൾ. ഹംസമില്ലാർക്ക് വേറെ പണിയില്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഈ തുടങ്ങലിനെ കുറിച്ച് പോലും അതിനെ ആക്ഷേപിച്ചത്. അവിടെയാണല്ലോ 25-ലധികം സ്ഥാപനങ്ങൾ വിവിധങ്ങളായ ഏരിയകളെ കേന്ദ്രീകരിച്ച് ഉസ്താദ് നടത്തിക്കൊണ്ടുപോയത്. ഉസ്താദിന്റെ അസറിന്റെ ശേഷം എന്നാണല്ലോ ഉസ്താദിനെ പ്രയോഗിക്കാറുള്ളത്. അസർ വരെ സഅദിയിലായിരുന്നു. അത് ഭയങ്കര ഒരു സംഗതി കൂടെയാണ്. ഈ സഅദിയ പിന്നെ കുവ്വത്ത് ഇങ്ങനെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് പിന്നെ സഅദിയ സമസ്ത ഏറ്റെടുക്കുന്നതും. അത് ഈ കണ്ട കേരളത്തിലെ മതബോധിക സമന്വയം ഇവിടെ കുവ്വത്തിൽ അന്ന് എം എ ഉസ്താദിൻ്റെ കൂടെ നടപ്പിലാക്കിയിരുന്ന ആ സമന്വയ വിദ്യാഭ്യാസം, പിന്നെ സർ സെയ്ദിൽ നിന്ന് PG പഠിക്കുന്ന ഡിഗ്രി പഠിക്കുന്ന കുട്ടികൾക്ക് മതം പഠിപ്പിക്കുക എന്നൊരു സിസ്റ്റം വരുന്നത്. ആ സമന്വയത്തെ പിന്നെ കുറേ കൂടെ പ്രായോഗികമായി നമ്മുടെ ഒരു ദേവാ കോളേജിൻ്റെ ഒരു പ്രാക്തന രൂപം അന്നേ സഅദിയയിലൂടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത്രയും ദീർഘവീക്ഷണത്തോടുകൂടെ എം എ ഉസ്താദും ചിത്താരി ഉസ്താദും കണ്ട ആ സ്വപ്നങ്ങളാണ് സത്യം പറഞ്ഞാൽ കേരളത്തിനും പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കും ഈ ദിശ നൽകിയത്. ഈ സെൻറ്റിനറി കാലത്ത് നമ്മുടെ നാട്ടു ദർസ് ഇപ്പോൾ സജീവമായി നടക്കുന്നുണ്ടല്ലോ. ചിത്താരി ഉസ്താദിൻ്റെ മാട്ടൂൽ ദർസ് മുദരിസായ കാലത്തെക്കുറിച്ച് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ ഉസ്താദ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തൻ്റെ മുത്താലിമീങ്ങൾക്ക് ദർസ് നടത്തുന്നുണ്ട്. മഗ്രിബിന് ശേഷം നാട്ടുകാർക്കായ ആളുകൾക്ക് ദർസ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്. ആരെങ്കിലും ഒരാൾ വന്നില്ലെങ്കിൽ അയാളെ തേടി ഉസ്താദ് വീട്ടിലേക്ക് പോയി അവരെ വിവരങ്ങൾ അന്വേഷിക്കുന്ന, നമ്മളിപ്പോൾ നാട്ടു ദർസിന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്ന് തന്നെ ഉസ്താദ് അവറുകൾ ആ സിസ്റ്റത്തിലുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള മാട്ടൂൽക്കാർ കൂടുതൽ ആളുകൾ സിംഗപ്പൂർ ജോലി ചെയ്യുന്നവരായിരുന്നു. അവർ പിന്നെ ലീവിന് നാട്ടിൽ വന്നാൽ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു ബാച്ച് സുബിക്ക് ശേഷം സിംഗപ്പൂർ ബാച്ച് എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ തന്നെ ഒരു ദർസ്. ഇങ്ങനെ ആ നാട്ടിലെ ആളുകളോട് ഇടപഴകിയൊക്കെ ദർസ് നടത്തി ഒരു ജോലിയല്ല, അല്ല അതിൻ്റെ അപ്പുറം സാമൂഹിക പരിവർത്തനം എനിക്കിങ്ങനെ സാധിക്കുമെന്ന ഒരു കൃത്യമായ അന്വേഷണം. ഉസ്താദ് കൂടുതൽ ഓതുന്ന ഒരു ആയത്ത് ഫൈദ ഫറഗ്ത ഫൻസബ് എന്നാണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തയിലേക്ക് കയറണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സഅദി ഉണ്ടായല്ലോ മതി, എൻ്റെ ഏതായാലും അസറായല്ലോ അങ്ങനെ ചിന്തിക്കൂല, അടുത്തയിലേക്ക് കയറും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പരിയാരം മെഡിക്കൽ കോളേജ് ഭാഗമായി ഇനി അഞ്ചിറക്കണ്ടി അങ്ങനെയാണ് ഉസ്താദ് ചിന്തിക്കുന്നത്. അടുത്തത് നന്ന അസുഖമായി ലാസ്റ്റ് ഘട്ടം എത്തിയ പിന്നെ ഉസ്താദിന് തീരെ സുഖമില്ലാത്ത ഘട്ടത്തിൽ പോലും ഉസ്താദിനെ കാണാൻ വേണ്ടി പോയാൽ ഉസ്താദിൻ്റെ സ്വപ്നങ്ങളാണ് പിന്നെ ഉസ്താദ് പറയാൻ ശ്രമിക്കുന്നത്. അതെ, ഡോക്ടർ നൂറുദ്ദീൻ റാസി ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഭാര്യ വഫാത്തായ സമയത്ത് ഉസ്താദിനെ കാണാൻ പോയപ്പോൾ ഉസ്താദ് ഈ കാര്യമാണ് പറഞ്ഞത്. റാസി ഇവിടെ പഠിച്ചാണല്ലോ, പരിയാരത്ത് പഠിച്ചാണല്ലോ. അപ്പോൾ പരിയാരത്ത് ഇപ്പോൾ അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി എൻ്റെ സ്വപ്നം അഞ്ചരക്കണ്ടിയാണ്, അവിടെ സ്ഥലം എടുത്തിട്ടുണ്ട്, ബാക്കി നടക്കണമെന്നാണ് ഭാര്യ വഫാത്തായപ്പോൾ കാണാൻ വന്നവരോട് സ്വപ്നം പങ്കുവെക്കുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള ആലോചനകൾ അതുമാത്രമായിരുന്നു അവരുടെയൊക്കെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്നതുകൂടെയാണ്. പിന്നെ ഉസ്താദ് പഠിപ്പിക്കുമ്പോൾ എല്ലാം പ്രാക്ടിക്കലി പഠിപ്പിക്കും. പിന്നെ നമുക്ക് ഈ ഗോളശാസ്ത്രത്തിൻ്റെ ക്ലാസ് ഉസ്താദ് നേരിട്ട് സബക്കില്ല, എന്നാലും ബോർഡ് കൊണ്ടുവരും. ഉസ്താദിൻ്റെ ഒരു ടീച്ചിങ് മെത്തഡോളജി അങ്ങനെയാണ്. പിന്നെ ഉലുഹിയത്ത് അക്കീക്കത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പിന്നെ 2 വയസ്സായത് 1 വയസ്സായത് അങ്ങനെ കണക്ക് പറയുന്നതിന് പകരം ഉസ്താദ് പിറ്റേന്ന് ഒരു ദിവസം ആടിനെ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മളെല്ലാം വിളിച്ചിട്ട് ആടിനെ അറവ് നടത്തുന്ന ആളെ വിളിച്ചിട്ട് അതിൻ്റെ വായ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ പല്ല് എപ്പോഴാണോ കൊഴിഞ്ഞു പോകുന്നത് അന്നാണ് വയസ്സ് പൂർത്തിയായത് മനസ്സിലാവുകയെന്ന് അങ്ങനെ കാണിച്ചു തരുന്നത്. അങ്ങനെ പഠിപ്പിക്കും ഉസ്താദ്. ഒരു ഭയങ്കര സിമ്പിളാണ് ഉസ്താദ് പഠിപ്പിക്കുമ്പോഴേ, ഭയങ്കര സിമ്പിളാണ്. പിന്നെ നന്നായിട്ട് പ്രചോദിപ്പിക്കും.
പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങിയ ആളെയൊക്കെ നന്നായിട്ട് സമ്മാനമൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും ഉസ്താദ്. ക്യാഷ് അവാർഡ് കൊടുക്കും. അതിലേറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നത്, പെട്ടെന്ന് ഉസ്താദ് അൽമക്കറിൽ ഒരു ദിവസം ജുമുഅക്ക് എത്തി. സാധാരണ അൽമക്കറിലല്ല ഉസ്താദ് ജുമുഅക്ക് കൂടുതൽ. എത്തിയ സമയത്ത് സാധാരണ ഖുത്ബ ഓതുന്ന ആൾ ഒരൊറ്റ പോക്ക് ബസ് കയറിപ്പോയി. കാരണം ഉസ്താദിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഖുത്ബ ഓതാന്ന് പേടിച്ചിട്ട്. അപ്പോൾ ഖാദിമായിട്ടുള്ള ഒരാളുണ്ട്, മൂപ്പര് പറഞ്ഞ് മൂപ്പര് പോയിട്ടുണ്ട്, സാധാ ഖുത്ബ ഓതുന്ന ഖത്തീബ് പോയിട്ടുണ്ട്. എന്തിനാണ് പേടിക്കുന്നത്? എന്തേ നീ ഖുത്ബ ഓതിക്കോ? അപ്പോൾ മൂപ്പര് പറഞ്ഞ് ഞാൻ സാധാ ഓതുന്നാക്കാൻ ഉസ്താദിൻ്റെ മുന്ന് ഓതാൻ പേടി, ഞാൻ ഇതുവരെ മിമ്പർമ്മ കയറിയിട്ട് പിന്നെ എങ്ങനെ ഉസ്താദിൻ്റെ മുന്ന് ഓതുക? ഈ പിന്നെ ഖുത്ബൻ്റെ കിതാബ് എടുത്തിട്ടാന്ന് പറഞ്ഞു. ഉസ്താദിൻ്റെ ആ ഒരു ഇത് നോക്കണം. ആ കിതാബ് ഖുത്ബ ഫുള്ള് കേട്ടിട്ട് പറഞ്ഞു നല്ല ഉണ്ടല്ലോ, ഇതിന് പേടിക്കേണ്ട ആവശ്യം. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഞാൻ ഓതാ പ്രശ്നമില്ല, പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ഉസ്താദിയുടെ ജുമയ്ക്ക് കൂടാൻ പറ്റില്ല. അങ്ങനെ. അപ്പോൾ പരിസരത്ത് ഇന്ന് ഈ അളമ്പേരത്തൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ഉസ്താദ് പറഞ്ഞു മോനെ ഓതെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് പറയുന്നുണ്ട് നമ്മളൊക്കെ സീനിയറായ അമാനി ഉസ്താദ് തൊഴിൽ സാധനത്തിലിട്ട് അടിപൊളിയായിട്ട് ഖുത്ബ ഓതി ഉസ്താദിനെ കാണുന്നില്ല, അതുകൊണ്ട് പ്രസംഗിക്കലും ചെയ്യുമല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ നിങ്ങളെ ചിത്താരി ഉസ്താദ് വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞു തൊയ്യബത്ത അഹ്സൻത, അടിപൊളി ഖുത്ബേനല്ല, നീ എന്തിനാ വെറുതെ പേടിച്ചിന്? അപ്പോൾ ഉസ്താദ് ഇവിടെ കൂടീന്. ആ ഉസ്താദ് കൂടി ഞാൻ ഇവിടെ കൂടി. അങ്ങനെ ഞാൻ അൽമക്കറിൻ്റെ പള്ളി എടുത്ത കാലം മുതൽ വന്നപ്പോഴൊക്കെ 1-ാം സഫിൽ ആണ് നിൽക്കുക. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മനഃപൂർവ്വം ഞാൻ 3-ാം സഫിൽ, പള്ളിയിലെ വലിയ തൂണുണ്ടല്ലോ അതിൻ്റെ വേക്കിൽ ഒളിച്ച് നിൽക്കായിരുന്നു. ആലോചിച്ച് നോക്കി. ഒരു ശിഷ്യൻ്റെ വളർച്ച എന്നെ കണ്ടിട്ടൊരു ബേജാറാവണ്ടെന്ന് വെച്ചിട്ട് വേക്കിൽ നിൽക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഗർജിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴും വളരെ ഒരാളെ വളർത്താൻ വേണ്ടി ഉസ്താദ് അത്രയും അധ്വാനിക്കും. കുറേ കിതാബ് കൊടുക്കും, മുത്താലിങ്ങൾക്ക് കുറേ കിതാബ് ഹദിയായിട്ട് കൊടുക്കും, പണം കൊടുക്കും, എന്താണോ വേണ്ടത് അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അതാണ് ഉസ്താദിൻ്റെ ഒരു ജീവിതം. കുറേ പറയാനുണ്ട്, പഠിക്കാനുണ്ട്. നമുക്കേതായാലും അവസാനിപ്പിക്കും. ഉസ്താദിൻ്റെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മളെയൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.